സെഷൻ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ ഇടതടവില്ലാതെ തുടർന്നു വരുന്ന വെബ് പരമ്പരയുടെ 1442 ദിവസം. ഇന്ന് മലയാളം സെഷനിൽ ഒരു ചർച്ചയാണ്. ഇന്ന് ഈ ചർച്ചയുടെ വിഷയം പ്രഥമ ശുശ്രൂഷയും ഹോമിയോപ്പതി മരുന്നുകളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചയാണ് ഇന്ന് മലയാളം സെഷനിൽ നടക്കാൻ പോകുന്നത്. അപ്പൊ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും എല്ലാവരെയും ഞാൻ വളരെ സന്തോഷപൂർവ്വവും സ്നേഹപൂർവ്വവും സ്വാഗതം ചെയ്യുന്നു. എല്ലാ ഡോക്ടേഴ്സും ഈ ഇന്നത്തെ ചർച്ചയിൽ സജീവമായി പങ്കെടുക്കണം എന്ന് താല്പര്യപ്പെട്ടുകൊണ്ട് നമുക്ക് ഇന്നത്തെ മലയാളം സെഷൻ ആരംഭിക്കാം. മലയാളം സെഷൻ ആരംഭിക്കുന്നതിന് മുമ്പായി ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. അപ്പൊ ഇന്നത്തെ സെക്ഷന് ആമുഖമായി 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ഞാൻ ഡോക്ടർ ധനേഷിനെ ക്ഷണിക്കുകയാണ്. നന്ദി ശൈല ഡോക്ടറെ. വളരെ വ്യത്യസ്തമായ ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, പ്രതിരോധ ചികിത്സ എന്നതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പ്രാഥമിക ചികിത്സയും. അപ്പൊ ഈ പ്രാഥമിക ചികിത്സ എന്ന് പറയുമ്പോൾ പൊതുവെ എല്ലാവരും ഉദ്ദേശിക്കുന്നത് ഒരു ആക്സിഡന്റ് ഉണ്ടായാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അത് മാത്രമല്ല പ്രാഥമിക ചികിത്സ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഏറ്റവും അതുപോലെ തന്നെ നമുക്കൊരു പൊള്ളലുണ്ടായാൽ എങ്ങനെയാണ്, ഒരു ആക്സിഡന്റ് കേസ് വന്നാൽ എങ്ങനെയാണ്. പക്ഷേ നമുക്ക് ഇതിനൊക്കെ ഉപരിയായിട്ട് നമുക്കറിയാം, നമ്മുടെയൊക്കെ ചികിത്സയിലുള്ള ധാരാളം പേഷ്യൻസ് വിദേശ രാജ്യങ്ങളിൽ പോകുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കണ്ടീഷനുകളിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം വരുമ്പോൾ അലോപ്പതി എന്ന ചികിത്സയിലോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ തീർച്ചയായും അങ്ങനെയുള്ള കേസുകളിൽ അവർ എന്തൊക്കെ മെഡിസിൻ കൊണ്ടുപോകണം, അത് ഫസ്റ്റ് എയ്ഡിന് നമുക്ക് ഉദാഹരണമായിട്ട് പെട്ടെന്നൊരു പനി വന്നാൽ അത് അങ്ങനെ നമ്മൾ പക്ഷെ ആ മരുന്ന് അവര് ഇന്ന രോഗത്തിനെന്ന് പറഞ്ഞ് നമ്മൾ പറയണമെന്ന് നിർബന്ധമില്ല. പക്ഷേ എന്തെങ്കിലും ഒരു പനി വരികയാണെങ്കിൽ ആ സമയത്ത് നമ്മളെ വിളിക്കുമ്പോൾ നമുക്ക് ആ മരുന്ന് കൊടുക്കാൻ പറയാം. അതല്ല, പെട്ടെന്നൊരു വയറിളക്കം ഉണ്ടായാൽ ഇത് മരുന്ന് കൊടുക്കാം, ഛർദിലുണ്ടായാൽ ഇത് കൊടുക്കാം. ഇതുമൊക്കെ പ്രാഥമിക ചികിത്സയുടെ ഭാഗം തന്നെയാണ്. അപ്പം നമുക്ക് പെട്ടെന്നൊരു ആക്സിഡന്റ് പറ്റിയാൽ നമുക്ക് എല്ലാവർക്കും ആദ്യം തന്നെ നമ്മുടെ മുന്നിൽ വരുന്ന മെഡിസിൻ ആർണിക്കയാണ്. അപ്പൊ അതുപോലെ തന്നെ പെട്ടെന്നൊരു ആണി കയറി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മുന്നിലോട്ട് വരുന്ന മെഡിസിൻ ലഡംബാലാണ്. അതുപോലെ തന്നെ ഭയങ്കര ഡോക്ടറെ 2 ദിവസമായി കാല് പൊട്ടിയിട്ട്, പക്ഷേ ഇപ്പൊ ഭയങ്കര വേദനയാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മസ്കുലാർ ആണെങ്കിൽ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് കയറി വരുന്നത് ഹൈപ്പറിക്കമാണ്. അപ്പം അതുപോലെ തന്നെ പെട്ടെന്ന് നമ്മുടെ ഒരു എല്ലിന് ഭയങ്കര വേദനയാണ് ഡോക്ടറെ, എവിടെയും മുട്ടിയതാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ സിംഫൈറ്റിയത്തിനെ കുറിച്ചൊക്കെ ചിന്തിക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് മെഡിസിൻസ്, അതുപോലെ പൊള്ളലാകുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ കാൻഡാരിസ് ആയിരിക്കും ആദ്യം തന്നെ മനസ്സിലോട്ട് ഓടി വരുന്ന മെഡിസിൻ. അപ്പോൾ ഒരു പനി ഉണ്ടാകുമ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് 2-3 മെഡിസിൻസ് നമ്മുടെ കയ്യിൽ കാണണം. പൾസാറ്റില വേണം, ബെല്ലോണ വേണം, അതുപോലെ തന്നെ ബ്രയോണിയ വേണം, റെസ്റ്റോക്സ് വേണം. ഈ ക്ലൈമറ്റ് ചേഞ്ചിന്റെ പെട്ടെന്ന് ഹെപ്പാർ സൾഫ്, ഇങ്ങനെയുള്ള കുറച്ച് മെഡിസിൻസ് നമ്മൾ എപ്പോഴും നമ്മുടെ കയ്യിൽ കൊടുത്തു വിടേണ്ടതായിട്ടുണ്ട് പേഷ്യൻസിന്. അപ്പൊ ഇതിനെല്ലാം നമ്മൾ പ്രൈമറി നമ്മുടെ സാധാരണ ഞാനിത് പറയാൻ കാര്യം, പേഷ്യൻസ് ഒക്കെ പോകുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു മെഡിസിൻ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തു വിടുമ്പോൾ ചിലപ്പോൾ അവർക്ക് തന്നെ അത് പ്രസ്പാരയായിട്ട് മാറും. പനി, വൈറൽ ഫീവർ എന്നൊക്കെ പറഞ്ഞ് എഴുതി കൊടുത്തല്ലേ. അതേസമയം നമ്മൾ ഇതൊരു ഹോമിയോപ്പതി ഫസ്റ്റ് എയ്ഡ് കിറ്റ് എന്നുള്ള ഒരു ലേബൽ അടിച്ച് കൊടുത്തു വിടുകയാണെങ്കിൽ അത് അവർക്ക് കൃത്യമായിട്ട് കൊണ്ടുപോയി അതിന് എങ്ങനെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യണമെന്നുള്ള ഉള്ള ഒരു മെത്തേഡ് നമ്മുടെ റൈറ്റ് പാഡിൽ എഴുതണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ മിക്കവാറും എൻ്റെ വിദേശത്തുള്ള പേഷ്യൻസിനൊക്കെ മെഡിസിൻ കൊടുത്തു വിടുകയാണെങ്കിൽ അല്ലെങ്കിൽ പർച്ചേസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പോലും അതിൽ ഇങ്ങനെയാണ് എഴുതുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അത് വളരെ പ്രാധാന്യത്തോടെ, ഒരു പാമ്പ് കടി ചിലപ്പോൾ നമ്മൾ വലിയ പാമ്പുകളൊന്നും ആയിരിക്കണമെന്നില്ല, ചെറുതായിട്ട് കടിച്ചാൽ തന്നെ നമുക്ക് പെട്ടെന്ന് എന്ത് കൊടുക്കാം. അപ്പൊ നമുക്കറിയാം ഇച്ചിനീഷ്യ ടിഞ്ചർ അത് വളരെ ഫലപ്രദമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ആ ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ വരാവുന്ന കുറച്ച് മെഡിസിൻസ് നമുക്ക് നമ്മുടെ കയ്യിലുണ്ട്.
അത് ഉപയോഗിക്കണം. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമ്മൾ ഇതുപോലെ ഡിസ്കഷനിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഓരോ കമ്പനികൾ തന്നെ കാന്താരി സ്പ്രേ ഇറക്കിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഹൈപ്പറിക്ക സ്പ്രേ ഇറക്കിയിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം ഫലപ്രദമാണെന്നാണ് നമ്മുടെ വേദിയിൽ പലരും ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായും അങ്ങനെയുള്ള അതുമൊക്കെ നമുക്ക് അവരുടെ കിറ്റുകളിൽ വെക്കാവുന്നതാണ്. പിന്നെ പബ്ലിക്കിന്റെ നാട്ടിൻപുറത്തുള്ള പബ്ലിക്കിന്റെ കയ്യിൽ നമ്മൾ ഇതെല്ലാം കൊടുത്തിടണമെന്ന് നിർബന്ധമില്ല. അതിലേറ്റവും പ്രധാനമായിട്ട് നമ്മൾ അത്യാവശ്യം വേണ്ട മെഡിസിൻസ്, പ്രത്യേകം നമുക്ക് തന്നെ അറിയാം, പെട്ടെന്നൊരു നെഞ്ചുവേദന വന്നാൽ നിങ്ങൾക്ക് തൽക്കാലം ആർണിക്ക 30 കഴിക്കാം എന്നുള്ള രീതിയിൽ അത് കൊടുത്തുവിടാവുന്നതാണ്. അത് തെറ്റൊന്നുമില്ല. കാരണം അതിൽ നമ്മളിപ്പോൾ മെഡിസിൻ പേര് മെൻഷൻ ചെയ്യണമെന്ന് പോലും ഇല്ല. ഇത് ഇങ്ങനെയുള്ള ഒരു അത്യാവശ്യം വരുന്ന സമയത്ത് 1 or 2 or 3 or 4 അങ്ങനെ ഇട്ട് കൊടുത്താലും മതി. പക്ഷേ ഇത് ഇന്നത്തെ കാലത്ത് എല്ലാത്തിനും പേര് മെൻഷൻ ചെയ്യണമെന്നുള്ള ഒരു നിബന്ധന വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും ഒരുപക്ഷെ നാളെ നമ്മൾ അങ്ങനെ കൊടുക്കേണ്ടി വരും. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഹോമിയോപ്പതി നല്ല രീതിയിൽ ജനങ്ങളുടെ ഇതുപോലുള്ള പെട്ടെന്നുണ്ടാകുന്ന ആക്സിഡൻസിലൊക്കെ നമുക്ക് അവർക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ കലണ്ടുല ടിഞ്ചർ, കലണ്ടുല 30 ഇതെല്ലാം വളരെ നമ്മളെപ്പോഴും ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ മുള്ളൻ ഓയിൽ, അതും ഈ ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ വേണ്ട ഒരു മെഡിസിനാണ്. കാരണം പലപ്പോഴും പെട്ടെന്ന് ഇങ്ങനെ നമുക്ക് ഈ ചെവിയിലൊക്കെ വാക്സ് ഒക്കെ ഇരിക്കുകയാണ്. അപ്പോൾ അതിനെ വാക്സ് റിമൂവർ എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് തൽക്കാലം അപ്ലൈ ചെയ്യാൻ അത് വളരെ ഫലപ്രദമാണ്. അതുപോലെ തന്നെ നമുക്കറിയാം പിന്നെ സ്റ്റീം ഇൻഹലേഷൻ ആൾക്കാർ ആഗ്രഹിക്കുകയാണെങ്കിൽ അതിനും നമ്മുടെ കയ്യിൽ മെഡിസിൻസ് ഉണ്ട്. അതും നമുക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ഞാൻ സാധാരണഗതി സ്റ്റീം അഡ്വൈസ് ചെയ്യുന്ന ആളല്ല, അതുകൊണ്ട് ഞാൻ അതൊന്നും തന്നെ അഡ്വൈസ് ചെയ്യാറില്ല. അതുപോലെ തന്നെയാണ് മറ്റു പല ഫസ്റ്റ് എയ്ഡ് മെഡിസിൻസും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അത് ഓരോ സമയത്തും വ്യത്യസ്ത രീതിയിലായിരിക്കും ഉപയോഗിക്കേണ്ടത്. അത് എങ്ങനെയാണ്, എത്ര അളവ് കഴിക്കണം, എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. ഇപ്പോൾ ഒരു ആക്സിഡന്റ് പറ്റിയാൽ ഉടനെ അവരത് കഴിക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞ് നമ്മളെ വിളിക്കും, അല്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്യും. അപ്പോഴത്തേക്ക് അതിന്റെ ഫോളോ അപ്പിൽ നമുക്ക് ഏത് മെഡിസിൻ കൊടുക്കണമെന്ന് നമുക്ക് പറയാവുന്നതാണ്. ഇത്രയൊക്കെയാണ് ഇതിന്റെ ആമുഖമായിട്ട് പറയാനുള്ളത്. ബാക്കി എല്ലാവർക്കും അറിയാം, കോമൺ ആയിട്ടുള്ള സാധനങ്ങൾ, ഡ്രസ്, അതെല്ലാം അത് ഇന്ന ചികിത്സയിലൊന്നല്ല, എല്ലാ ചികിത്സയ്ക്കും കോമൺ ആയിട്ടുള്ളതാണ്. അതിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. നമ്മുടെ സ്പെസിഫിക് നമ്മുടെ മെഡിസിൻസ് ആണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ എല്ലാ അറിവുകളും കൂടെ പങ്കുവെക്കുമ്പോൾ ഇതൊരു നല്ല വിഷയമായിട്ട് ഇന്നത്തെ ദിവസം നമുക്ക് കൊണ്ടുപോകാം. നന്ദി ധനേഷ് ഡോക്ടറെ. ഡോക്ടർ അത്യാവശ്യം ഫസ്റ്റ് എയ്ഡ് കിറ്റിനെ കുറിച്ചും നമുക്ക് പെട്ടെന്ന് പ്രഥമ ശുശ്രൂഷയ്ക്ക് ആവശ്യമായ ചില മരുന്നുകളെ കുറിച്ചും ഡോക്ടർ ഇവിടെ പറഞ്ഞു. അപ്പൊ ഇനിയും അതുപോലെ തന്നെ പ്രഥമ ശുശ്രൂഷ കൊടുക്കത്തക്ക ഏതൊക്കെ കേസുകളാണ് പെട്ടെന്ന് നമ്മുടെ സ്ഥാപനങ്ങളിൽ വരാറുള്ളത്, പെട്ടെന്ന് അതിനെന്തൊക്കെ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ കൂടി ചർച്ചയിൽ വന്നാൽ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ സീനിയർ ഡോക്ടേഴ്സ് അമ്പാടിയമ്മ, ശാന്താചന്ദ്രൻ മാഡം, ഹരിഹരൻ സാറ് ഒക്കെ ഉണ്ട്. അതുപോലെ എല്ലാവരും അവരവരുടെ അനുഭവങ്ങൾ പറയുന്നതിന് വേണ്ടി മുമ്പോട്ട് വരണം എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. അപ്പൊ എല്ലാവരും ഹാൻഡ് റൈസ് ചെയ്ത് ചർച്ചയിൽ പങ്കെടുക്കണം. പ്രഥമ ശുശ്രൂഷയ്ക്കായിട്ടുള്ള കേസുകൾ എന്തൊക്കെ, എങ്ങനെ അതിനെ നേരിടാം, ഹോമിയോപ്പതി മരുന്നുകൾ ഏതൊക്കെ ഉപയോഗിക്കാം എന്നൊക്കെയുള്ള വിഷയങ്ങളെ കുറിച്ചെല്ലാം ചർച്ച വരട്ടെ. ഡോക്ടേഴ്സ് ഓരോരുത്തരായിട്ട് മുന്നോട്ട് വരിക. അമ്പാടി മാഡം ഉണ്ടോ? അമ്പാടി അമ്മ എന്തു പറയുന്നു? ഹരിഹരൻ സാറുണ്ടല്ലോ. ഹരിഹരൻ സാറുണ്ട്. സാറ് സംസാരിക്കും സാറേ. ആരെങ്കിലുമൊക്കെ പറയട്ടെ. ഓരോരുത്തരായിട്ട് അതാണ് വിളിക്കുന്നത്. സാറ് തന്നെ തുടങ്ങിക്കോളൂ. ഞാൻ സപ്ലിമെന്റ് ചെയ്യാം. പ്രഥമ ശുശ്രൂഷ എന്ന് പറയുന്നത് ഹോമിയോപ്പതിയുടെ നിലനിൽപ്പ്, അതായത് ആദ്യകാലങ്ങളിലൊക്കെ ഹോമിയോപ്പതി ഡോക്ടറുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ഫസ്റ്റ് എയ്ഡിലാണ്. ഫസ്റ്റ് എയ്ഡായിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന ഹോമിയോപ്പതി ഡോക്ടർ അത് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ ആ ഗ്രാമത്തില് അദ്ദേഹത്തിന് വലിയ സ്വീകാര്യത കിട്ടും.
ആദ്യകാലങ്ങളിൽ. ഇപ്പൊ ഒത്തിരി മാറിപ്പോയി. ഇപ്പൊ തലകറക്കമായിട്ട് പെട്ടെന്ന് തലകറക്കമായിട്ട് നമ്മുടെ ക്ലിനിക്കിലേക്ക് കൊണ്ടുവരികയാണ്. സാധാരണ സംഭവിക്കുന്നതാ. ഡോക്ടറെ തലകറങ്ങി. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ അവിടെ കൊണ്ടുചെന്ന് നമ്മുടെ കൺസൾട്ടിങ് റൂമിലോ അല്ലെങ്കിൽ പുറത്തുള്ള ബെഞ്ചിലോ എവിടെങ്കിലും നമ്മൾ കിടത്തും. കിടത്തിയിട്ട് തല കുറച്ച് പൊക്കി വെക്കത്തില്ല, താത്ത് ആയിട്ട് കിടത്തും. കിടത്തി കഴിഞ്ഞിട്ട് ഞാൻ സാധാരണയായിട്ട് ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ബോധക്കേടില്ല, തലകറക്കം മാത്രമേ ഉള്ളൂ എങ്കിൽ ഈ അക്കോണൈറ്റ് 30 പൊട്ടൻസി ഫ്രീക്വൻ്റ് ആയിട്ട് കൊടുക്കും. ഫ്രീക്വൻ്റ് ആയിട്ട് കൊടുത്ത് ഒരു 4-5 ഡോസ് കൊടുക്കുമ്പോൾ തന്നെ അയാൾ കണ്ണു തുറക്കും, അയാൾക്ക് സുഖം തോന്നിക്കും. അക്കോണൈറ്റാണ് ഞാൻ സാധാരണ. പിന്നെ ബോധക്കേടുണ്ടാകുകയാണെങ്കിൽ നമുക്ക് അമോണിയം കാർബ് ടിഞ്ചർ നമ്മുടെ ഡിസ്പെൻസറിയിൽ കാണുമല്ലോ. അത് മണപ്പിച്ചാൽ പെട്ടെന്ന് തന്നെ ഈ പേഷ്യൻ്റ് ചാടി എഴുന്നേക്കും. അമോണിയം കാർബ്. പിന്നെ അതിൽ അമോണിയം കാർബ് ഇല്ല എങ്കിൽ അമൈൽ നൈട്രോസം അമൈൽ നൈട്രോസം നല്ലതാണ്. പിന്നെ കാംഫർ ടിഞ്ചർ മണപ്പിക്കുകയാണെങ്കിലും പെട്ടെന്നൊരു റെസ്പിറേറ്ററി സ്റ്റിമുലേഷൻ ഉണ്ടാവും. ആ പേഷ്യൻറ്റിന് പെട്ടെന്ന് തന്നെ കോൺഷ്യസ് ആവും. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിലെ ബോഡി നമ്മൾ ഒന്ന് കയ്യും കാലിന് അടിവശം ഒന്ന് തിരുമ്മി കൊടുക്കുന്നത് നല്ലതാണ്. അത് നമ്മുടെ ബൈസ്റ്റാൻഡേഴ്സിൻ്റെ ഒക്കെ കൂടെ വന്നവരുടെ ഒക്കെ പറഞ്ഞാൽ മതി, ഒന്ന് തിരുമ്മി കൊടുക്കുക. എന്നിട്ട് പിന്നെ വേറെ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, അവർക്ക് ഓക്സിജൻ കിട്ടത്തക്ക രീതിയിൽ നമ്മൾ ആ പേഷ്യൻറ്റിനെ അവരുടെ കൂടെ ഇരിക്കുന്നവരെ നമ്മൾ ക്രമീകരിക്കണം. ഇതൊക്കെ നമ്മൾ പെട്ടെന്ന് ഒരു തലകറക്കമായിട്ട് നമ്മുടെ ക്ലിനിക്കിൽ കൊണ്ടുപോയാൽ നമുക്ക് ഇത്രയൊക്കെ ചെയ്ത് കഴിയണം. പിന്നെ തണുത്ത വെള്ളം മുഖത്തൊഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു ഇത് ആ രോഗിക്ക് കിട്ടും. പിന്നെ അടുത്ത് നമുക്ക് അറിയേണ്ട കാര്യം എന്തുകൊണ്ട് ഈ തലകറക്കം ഉണ്ടായി എന്നാണ്. അപ്പോഴത്തേക്ക് നമ്മൾ BP നോക്കണം. BP ചിലപ്പോൾ ഹൈ BP ഒക്കെ ആണെങ്കിൽ നമ്മൾ ആ രീതിയിൽ അത് അഡ്രസ്സ് ചെയ്യാൻ നോക്കണം. പിന്നെ അത് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ BP കുറയാനുള്ള മെഡിസിൻ നമ്മൾ അപ്പം കൊടുക്കുക. പിന്നെ ആ സമയത്ത് കൊടുക്കേണ്ട ഒരു മെഡിസിനാണ് ലാക്ടസിസ് വണ്ണം. പെട്ടെന്ന് BP കൂടി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കൊടുക്കേണ്ട ഒരു മെഡിസിൻ ലാക്ടസിസ് വണ്ണം. ഒരു തുള്ളി ഒരു 3-4 സ്പൂൺ വെള്ളത്തിൽ ഇറ്റിച്ചിട്ട് നമ്മൾ ഒരു അരമണിക്കൂർ ഇടവിട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് BP കം ഡൗൺ ചെയ്യും, താഴും. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കൊടുക്കേണ്ടത് സ്പാർട്ടിയം 3x ഉണ്ടെങ്കിൽ അത് കൊടുത്താലും പെട്ടെന്ന് കുറയും, BP കുറയും. അങ്ങനെ BP ആയിട്ടും നമ്മുടെ ക്ലിനിക്കിൽ ഇങ്ങനെ വരികയാണെങ്കിൽ അത് നമ്മൾ വളരെ കുറെ കൂടെ ശ്രദ്ധിക്കണം. അത് ഈ സ്ട്രോക്കിൻ്റെ ആദ്യ ലക്ഷണമായിട്ട് വരാം. അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാനായിട്ട് പിന്നെ നമ്മൾ ആ പേഷ്യൻറ്റിനെ അഡ്വൈസ് ചെയ്ത് ആർണിക്ക കണ്ടിന്യൂ തനേഷ് പറഞ്ഞ കണക്ക് ആർണിക്ക കണ്ടിന്യൂ ചെയ്യണം. എന്നുവെച്ചാൽ ഒരു സ്ട്രോക്കിലേക്ക് പോവാതെ നമ്മൾ നോക്കണം. അവിടാണ് നമ്മുടെ മിടുക്കിരിക്കുന്നത്. ആ സ്ട്രോക്കിലേക്ക് പോവാതിരിക്കാനായിട്ട് നമുക്ക് നെക്സ്റ്റ് മെഡിസിൻ വരുന്നത് ജെൽസീമിയമാണ്. എൻ്റെ അനുഭവത്തിലാണ് ഇതെല്ലാം. ജെൽസീമിയം വണ്ണമാണ് ഈ സ്ട്രോക്കിലേക്ക് പോവാതെ ആ പേഷ്യൻറ്റിനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം BP കുറയണം, പിന്നെ സ്ട്രോക്കിലേക്ക് പോവാതെ നോക്കണം. സ്ട്രോക്കിൻ്റെ ലക്ഷണമുണ്ടെങ്കിൽ ആർണിക്ക കൊടുക്കണം. ഇതെല്ലാം നമ്മുടെ മനസ്സിൽ വരണം ആ സമയത്ത്. അങ്ങനെ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ അത് തലകറക്കമായിട്ട് വരുന്നത്. പിന്നെ ചില പേഷ്യൻസ് ഉണ്ട്, ഇത് ബോധക്കേട് വരും. ഈ കഴിഞ്ഞ ദിവസം മാളില്, അമ്പലപ്പുഴ മാളില് ഒരു 18 വയസ്സായ പെൺകുട്ടി, അവളെ 18-19 വയസ്സ് പ്രായമുണ്ട്. അവൾ MBAക്ക് പഠിക്കുക. 19-20 വയസ്സ് പ്രായമുണ്ട്, MBAക്ക് പഠിക്കുകയാണ്. അവൾ മാളിലെ എന്തോ ഇങ്ങനെ ഒരു സാധനം നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് ബോധക്ഷയം ഉണ്ടായി താഴെ വീണു. അപ്പം എൻ്റെ പേഷ്യൻസ് ആണ്, ഇവരുടെ അച്ഛനും അമ്മയും എല്ലാം. അവരവിടെ തന്നെ ആ കൊച്ചിനെ അവിടുന്ന് ഒരു ഓട്ടോറിക്ഷയ്ക്കകത്ത് കയറ്റി എൻ്റെ ക്ലിനിക്കിൽ കൊണ്ടുവന്നു. ക്ലിനിക്കിൽ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അവൾക്ക് ബോധം വീണു, സംസാരിക്കാനും തുടങ്ങി. പക്ഷെ എന്നാലും അവൾ വളരെ
ക്ഷീണിതയായിട്ടും എനിക്ക് വയ്യ, ഞാൻ കിടക്കുവാണെന്നും പറഞ്ഞ ആ ബെഞ്ചിൽ അവിടെ കിടന്നു. അപ്പൊ ഞാൻ അപ്പോഴും ഞാൻ അക്കോണൈറ്റാണ് കൊടുത്തത് ആദ്യം. അക്കോണൈറ്റ് ഒരു 3-4 ഡോസ് കൊടുത്തു കഴിഞ്ഞു. അവര് വെയിറ്റ് ചെയ്യിച്ചു. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് ഇവളുടെ BP നോക്കി. BP നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല. ഞാൻ ക്ലിനിക്കിലെ ഞാൻ ഒരാളിനെ പറഞ്ഞു വിട്ട് ഈ ലബോറട്ടറിയിൽ നിന്ന് ആളിനെ വരുത്തി അവളുടെ ബ്ലഡ് എടുപ്പിച്ചിട്ട് അവളുടെ സോഡിയം നോക്കി. സോഡിയം നോക്കിയപ്പം വളരെ കുറഞ്ഞിരിക്കുന്നു സോഡിയം ലെവൽ. അപ്പം സോഡിയം ലെവൽ കുറഞ്ഞത് കൊണ്ടാണ് ആ കുട്ടിക്ക് തലയിറക്കം ഉണ്ടായത്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് നാരങ്ങാ വെള്ളം, ഉപ്പിട്ട് നാരങ്ങാ വെള്ളം എല്ലാം കൊടുത്തു. അത് കഴിഞ്ഞ് അപ്പം സോഡിയം കുറയാനായിട്ട് കാരണം എന്താന്ന് വെച്ചാൽ ഈ കുട്ടി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കാം. ഉപ്പിട്ട് നാരങ്ങാ വെള്ളം കൊടുത്ത് ഞാൻ നാട്രമൂർ 6X കൊടുത്തു, നാട്രമൂർ 200 കൊടുത്തു കഴിഞ്ഞു. 2-3 മണിക്കൂർ കഴിഞ്ഞപ്പം ഷീ ബിക്കെയിം നോർമൽ. എന്നിട്ട് അവൾ പോയി. പിന്നെ അവൾക്ക് അങ്ങനെ ഉണ്ടായിട്ടേ ഇല്ല. അപ്പോൾ ഒരു തലയിറക്കമായിട്ട് നമ്മുടെ ക്ലിനിക്ക് വരുവാണെങ്കിൽ നമ്മൾ ഇതെല്ലാം ശ്രദ്ധിക്കണം. എവരി ആസ്പെക്ട് നമ്മുടെ മനസ്സിലൂടെ പോകണം. സോഡിയം കുറയാം, BP കൂടാം. പിന്നെ വരുന്ന ഒരു തലയിറക്കം വരാൻ സാധ്യതയുള്ളത് ചെവിയുടെ പ്രോബ്ലം കൊണ്ടാണ്. ബാലൻസിങ്ങിന്റെ പ്രശ്നം വരുമ്പോൾ താഴെ വീഴും. അപ്പോൾ അത് നമുക്ക് നമ്മുടെ ക്ലിനിക്കിൽ കൊണ്ടുവരുവാണെങ്കിൽ, ഇല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും അതിന് ലക്ഷണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തല പൊക്കാൻ തുടങ്ങുമ്പോൾ നേരെ തല ഒരു പ്രത്യേക പൊസിഷനിൽ വെച്ചിരുന്നാല് കുഴപ്പമൊന്നുമില്ല, തലകറക്കമില്ല. അതേസമയം തല അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിക്കുകയാണെങ്കിൽ തലകറക്കം വരും. അങ്ങനെ ആകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത് ഈ ബാലൻസിങ്ങിന്റെ പ്രശ്നം കൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മളത് സിംറ്റമാറ്റിക് ആയിട്ട് നമുക്ക് ഒത്തിരി മരുന്നുണ്ടല്ലോ, ധാരാളം മരുന്നുണ്ട്, അതൊന്നും ഞാൻ പറയുന്നില്ല. അതിന് ഞാൻ സാധാരണയായിട്ട് ആദ്യം തന്നെ കൊടുക്കുന്നത് പൊണിയം ഷീറോബാർ-3 കൊടുക്കുന്നത്. അത് 4 പിൽസ് ഇട്ട് ഒരു 1/2 ലിറ്റർ വെള്ളത്തിനകത്ത് 4 പിൽസ് ഇട്ടിട്ട് ഫ്രീക്വന്റ് ആയിട്ട് കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് കുടിച്ചോളാൻ കൊടുക്കും. എന്തായാലും ഞാനത് മാനേജ് ചെയ്യും, എനിക്ക് പ്രശ്നമല്ല. അപ്പൊ അങ്ങനെയും വരാം. അപ്പൊ ഇതിന്റെ എല്ലാം ഒരു വെർട്ടിഗോ വന്ന് നമ്മുടെ ഒരു പ്രഥമ ശുശ്രൂഷ വരുമ്പോ നമ്മുടെ മനസ്സിൽ കൂടെ ഇതെല്ലാം പോകണം. എന്നിട്ട് എന്താണ് അതിന്റെ കാരണം എന്ന് കണ്ടുപിടിച്ച് നമ്മൾ അതുപോലെ ആക്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ പേഷ്യന്റിനെ റിക്കവർ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ മറ്റുള്ളവർ ഈ വെർട്ടിഗോയുടെ കാര്യത്തിൽ ഇങ്ങനെയാണ്. പിന്നെ വേറെ ഒത്തിരി കാര്യങ്ങളുണ്ട് പ്രഥമ ശുശ്രൂഷയ്ക്ക്. ഒത്തിരി കേസസ് ആയിട്ട് നമ്മുടെ വരും. അത് ഓരോരുത്തരും ഇപ്പൊ ഇതിന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇതിനെ സപ്പോർട്ട് ചെയ്യത്തക്ക രീതിയിൽ ആർക്കെങ്കിലും പുതിയ അറിവുണ്ടെങ്കിൽ പറയട്ടെ, എന്നിട്ട് നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഓക്കെ, നന്ദി ഹരിഹരൻ സാറ്. നമ്മുടെ നന്ദി ഹരിഹരൻ സാറ്. നമുക്ക് പ്രകാശ് സാറും അമ്പാടി മാഡം രണ്ടുപേരും കൈ ഉയർത്തിയിട്ടുണ്ട്. എന്തായാലും പ്രകാശ് സാർ നേരത്തെ ഉണ്ട്. അമ്പാടി അമ്മയിലേക്ക് വരാം. പ്രകാശ് സാറിന് എന്താണ് പറയാനുള്ളതെന്ന് ഒന്ന് കേൾക്കാം. സാറേ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ സാറേ. അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? ഒന്നുകൂടെ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് നോക്ക് സാറ്. അല്ലെ കോഹോസ്റ്റ് ആക്കാക്കോ നോക്കട്ടെ. പറ്റൂല. മാസ്ക് ടു അൺമ്യൂട്ട്. സാർ ഒന്നുകൂടെ അൺമ്യൂട്ട് ചെയ്തേ. അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? ഒന്നുകൂടി. പക്ഷെ സാറിന് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. നെറ്റ്വർക്ക് വീക്ക് ആണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ വരും. നെറ്റ്വർക്ക് വീക്ക് ആയതുകൊണ്ടാവാം. സാറിലേക്ക് വരാം. അപ്പോഴേക്കും നമുക്ക് അമ്പാടിയമ്മയിലേക്ക് പോകാം. പറഞ്ഞോളൂ. കേക്കാം. പിന്നെ ഇപ്പൊ ഹരി വേർട്ടിഗോവിന്റെയും അൺകോൺഷ്യസ് ആയി എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾക്ക് ഒരു കൊല്ലത്തിന് മുമ്പ് ഉള്ള ഒരു അനുഭവം പറയാം. ഞാനും ശാന്തയും ഞങ്ങളുടെ ഒരു ഫ്രണ്ട്
ഒരു ശാലിനി സത്യശീലനും കൂടി അനിയുടെ വീട്ടിൽ പോയി, അനിൽകുമാറിന്റെ വീട്ടിൽ പോയി ഞങ്ങളെല്ലാവരും കാറിൽ നിന്ന് ഇറങ്ങി. പെട്ടെന്ന് ശാലിനി മാത്രം ഇറങ്ങണില്ല. അപ്പൊ ഞാൻ പെട്ടെന്ന് ശാലിനിയെ ഇറങ്ങാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശാലിനി ഇങ്ങനെ ബോധമില്ലാതെ കിടക്കുക. അപ്പൊ ഉടനെ ഞാൻ നോക്കുമ്പോൾ പൾസൊക്കെ വളരെ വീക്ക്, ആകെ ഈ വിയർത്ത് കുളിച്ച് കിടക്കുന്നത്. ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയി. ഉടനെ ഞാൻ ഓടി അനിലിന്റെ അടുത്ത് ചെന്നിട്ട് അക്കണൈറ്റ് വാങ്ങിച്ചൊന്ന് വായിലൊഴിച്ചു. ഒഴിച്ചിട്ട് അമൈല നൈട്രസ് ഒന്ന് സ്മെല്ല് ചെയ്യുകയും ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്ന് ഉണർന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പതുക്കെ കാറിൽ നിന്ന് പിടിച്ച് സിറ്റ് ഔട്ടിൽ ഇരുത്തി കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞിട്ടും ഈ ഇത് മാറുന്നില്ല. അപ്പൊ ഞങ്ങൾ പിന്നെ അത് കഴിഞ്ഞ് കാർബോജ് കൊടുത്തു, ആൾസാൽബ് കൊടുത്തു, പിന്നെ അക്കണൈറ്റ് ഒന്നും കൂടെ കൊടുത്തു. എന്നിട്ടും മാറണില്ല. ആ സമയത്താണ് ഞങ്ങൾക്ക് പെട്ടെന്ന് ഒരു ബോധോദയം വന്നത്. നമുക്ക് റെസ്ക്യൂ റെമഡി ഒന്ന് കൊടുത്തു നോക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഉടനെ റെസ്ക്യൂ റെമഡി, ബാക്ക് ഫ്ലവറിന്റെ റെസ്ക്യൂ റെമഡി ഒരു 3 ഡ്രോപ്പ് നാക്കിൽ ഒഴിച്ചു കൊടുത്തു, ഒന്ന് മണപ്പിക്കുകയും ചെയ്തു. അപ്പോഴത്തേക്കും ആള് ഒന്ന് ഉണർന്നു. അത് കഴിഞ്ഞ് 2-3 പ്രാവശ്യം ഞങ്ങൾ അടുപ്പിച്ച് കൊടുത്തു ഇത് ഈ റെസ്ക്യൂ റെമഡി. അതോടുകൂടി പുള്ളിക്കാരത്തി നോർമലായി. കുറച്ചു നേരം അവിടെ കിടന്നിട്ട് പിന്നെയാണ് ഞങ്ങൾ പോയത്. അപ്പൊ ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാല് ഈ ബാക്ക് ഫ്ലവർ റെമഡിയിലെ റെസ്ക്യൂ റെമഡി നമുക്ക് അക്കണൈറ്റ് പോലെ അല്ലെങ്കിൽ ആൾസാൽബ് പോലെ നമുക്ക് അമൈല നൈട്രോസും ഒക്കെ പോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു റെമഡിയാണ്. എനിക്ക് ഒത്തിരി അതുപോലെ അങ്ങനെയുള്ള ഓരോ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ആ റെസ്ക്യൂ റെമഡി വാങ്ങിച്ചു വെക്കുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ രണ്ടാമത് ഇനിയൊന്ന്, നമ്മൾ ഈ പൊള്ളുമ്പോൾ സാധാരണ നമ്മൾ കാന്താരിസ് ആണ് ഉപയോഗിക്കുന്നത്. കാന്താരിസിനെക്കാട്ടിലും വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ളത് ആൾസാൽബ് 30. അത് ആ സമയത്ത് അപ്പൊ തന്നെ അതിലൊരു 1-2 ഡ്രോപ്പ് അതിൽ ഇൻസ്റ്റിൽ ചെയ്താൽ ബ്ലിസ്റ്റർ വരില്ല, ആ ബേൺ സെൻസേഷനും കുറയും. അത് ഞാൻ എല്ലാ വീട്ടമ്മമാരോടും ആൾസാൽബ് 30 അടുക്കളയിൽ ഒരു ഇത് വച്ചോളാൻ പറയും. ഈ ഒരു എമർജൻസി ഇതിന്റെ പോലെ ആൾസാൽബ് വളരെ വളരെ ഇഫക്റ്റീവാണ്. പെട്ടെന്ന് നമ്മൾ ഈ കുക്കറിലൊക്കെ കുക്കറും അങ്ങനെ ദോശക്കല്ല അതിലേക്കാണല്ലോ നമ്മുടെ കൈ വീണത്. ആ സമയത്ത് ആൾസാൽബ് 1-2 ഡ്രോപ്പ് അതിൽ ഇട്ടാൽ മതി. പിന്നെ ഇനിയൊന്ന്, ഞാൻ ഏത് ആക്സിഡന്റ് വന്നാലും അപ്പൊ ഞാൻ ആ സമയത്ത് ഉണ്ടെങ്കിൽ, ആക്സിഡന്റ് ആണെങ്കിലും അതല്ല എന്താണെങ്കിലും ഞാൻ അക്കണൈറ്റ് 10 ഒരു ഡോസ് കൊടുക്കും. കാരണം അവരുടെ ആദ്യത്തെ വികാരം പേടിയാണ്. അവർ പേടിച്ചു പോകും. ആ പേടിയിൽ നിന്ന് അവർ ആദ്യം ഒന്ന് ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടെ ആർണിക്ക വേണോ, ബെല്ലിസ് വേണോ, റൂട്ട വേണോ, സിംഫൈറ്റ് വേണോ എന്നൊക്കെ ഇങ്ങനെ നോക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ മസ്കുലറിനാണ് കൂടുതൽ ടയർ അല്ലെങ്കിൽ കൂടുതൽ അഫക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ബെല്ലിസ് ആണ് ആർണിക്കയെക്കാട്ടിലും എനിക്ക് കൂടുതൽ ഇഫക്റ്റീവായിട്ട് എനിക്ക് കിട്ടിയേക്കുന്നത്. ആർണിക്കയും ഇതാവും, എന്നാലും ആർണിക്കയെക്കാട്ടിലും കൂടുതൽ ബെല്ലിസും അതുപോലെ തന്നെ ഈ ടെൻഡനൊക്കെ ആണെങ്കിൽ റെസ്റ്റോക്സ്, ഹൈപ്പറിക്കം എല്ലാമാണ് ഇത് വരുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെ പറഞ്ഞില്ലേ, ഇങ്ങനെ ആണി കുത്തി കയറുകയാണെങ്കിൽ ഹൈപ്പറിക്കം വളരെ നല്ല ഇതാണ്. അങ്ങനെ അതൊക്കെ തന്നെ ഉള്ളു. ബാക്കി എല്ലാവർക്കും അറിയാലോ. കലണ്ടിലയും മുള്ളിനോയിലും ഇതെല്ലാം എല്ലാവർക്കും അറിയാം. പിന്നെ കലണ്ടില ആണെങ്കിൽ ഞാൻ എപ്പോഴും എല്ലാവരോടും പറയും, കഞ്ഞി ഒന്ന് ഒത്തിരി വെള്ളത്തിൽ മുക്കിയിട്ട് വേണം ഈ കലണ്ടില അപ്ലൈ ചെയ്യാൻ. ഡയറക്റ്റ് ആയിട്ട് കലണ്ടില മുറിവിൽ അപ്ലൈ ചെയ്യരുതെന്ന് പറയും. ഒന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാവൂ എന്ന് പറയും. പിന്നെ അത്രയൊക്കെ തന്നെ ഉള്ളൂ. ബാക്കിയൊക്കെ നമുക്കൊക്കെ എല്ലാം ഇതായിട്ടുള്ളൂ. പിന്നെ പനിക്കൊക്കെ ഞാൻ എപ്പോഴും കുട്ടികൾക്ക് ഞാൻ വെളിയിലേക്ക് കൊടുത്തേക്കുകയാണെങ്കിൽ ഞാൻ 3-4 വിധത്തിലാണ് കൊടുക്കുന്നത്. പനി കാണുകയാണെങ്കിൽ ഉടനെ ആണെങ്കിൽ ഒരു 2-3 hours അക്കണൈറ്റ് കൊടുക്കാൻ പറയും. അതല്ല അവര് ഭയങ്കര ക്ഷീണവും ഇങ്ങനെ ഇതായിട്ട് കിടക്കുകയാണ്, ഒന്നും എണീക്കണില്ലെങ്കിൽ ജെൽസീമിയം കൊടുക്കാൻ പറയും. അതല്ലെങ്കിൽ തീരെ ക്ഷീണമാണ്, അവര് ഒന്ന് വെള്ളം കുടിക്കാൻ പോലും വിളിച്ചാൽ അവർക്ക് ഇറിറ്റേഷൻ തോന്നുകയാണെങ്കിൽ ഓപ്പിയം കൊടുക്കാൻ പറയും. ഓപ്പിയം ഒക്കെ 200. പിന്നെ ഭയങ്കര ദാഹമാണെങ്കിൽ ബ്രയോണിയ. അങ്ങനെ നമ്മൾ അങ്ങനെയുള്ള മെഡിസിൻസ് എല്ലാം ഞാൻ കൊടുത്തയക്കാറുണ്ട്. ഇത് ധനീഷ് പറഞ്ഞ പോലെ അതെല്ലാം പേരെഴുതി വേണം നമുക്കിപ്പോൾ കൊടുക്കാനായിട്ട്. നമുക്കപ്പോൾ അവർ ചോദിക്കുമ്പോൾ നമുക്ക് അത്രയും നല്ല ക്ലോസ് ആയിട്ടുള്ള പേഷ്യൻസിനാണല്ലോ നമ്മൾ കൊടുക്കുന്നത്. അവർ വിളിച്ച് ചോദിക്കുമ്പോൾ നമ്മൾ ആ ഇന്ന മെഡിസിൻ കൊടുക്കൂ, സിംറ്റം അനുസരിച്ച് ആ മെഡിസിൻ കൊടുക്കാൻ പറയും. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ഏത് തലയ്ക്ക് എപ്പോഴും അടിപെട്ടാലും അവർക്ക് സീറ്റോസെറിൻറ്റി വന്നാലോ എന്ത് വന്നാലും നാട്രം സൾഫ് 10 ഒരു 2 ഡോസെങ്കിലും കൊടുക്കാൻ ആരും മറക്കരുത്. ആർണിക്ക കൊടുക്കുന്നതിനെക്കാട്ടിലും
ഇതായിട്ടാണ് നാട്രിയം സൾഫറ്റൈനം കൊടുക്കണം. ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. ഇനി ഈ നമുക്ക് ഡോക്ടറെ ഈ ഡോ- 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 ആ ഡോക്ടർ ഹരി വേറെ പറയൂ. ആ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ പറഞ്ഞേക്കണേ. ഞാന് അതായത് ഈ പൊള്ളലിനുണ്ടല്ലോ, ആ ഈ പൊള്ളലിന് നമ്മുടെ എപ്പോഴും നമ്മുടെ വീട്ടില് ഈ കാന്താരി സ്റ്റിഞ്ചർ വെച്ചേക്കണം. പക്ഷെ കാന്താരി സ്റ്റിഞ്ചർ ഉപയോഗിക്കുന്നത് ജുഡീഷ്യൽ ആയിട്ട് ഉപയോഗിക്കാവുള്ളൂ. ഇല്ലെങ്കിൽ എന്ത് പറ്റുമെങ്കിൽ അത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും. ഈ കാന്താരി സ്റ്റിഞ്ചർ ഒരു ലിറ്റർ വെള്ളത്തില് കൂടി വന്നു കഴിഞ്ഞാല് ഒരു 10 or 15 തുള്ളി ഇറ്റിക്കരുത് അതിനകത്ത്, ഇറ്റിക്കരുത്. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പൊള്ളിയ ഉടനെ, അതായത് വലിയ പൊള്ളലാണെങ്കിലും, ഞാൻ എൻ്റെ കൊച്ചുമോനൊക്കെ വലിയ പൊള്ളൽ വന്നിട്ടൊക്കെ ഞാൻ നിസ്സാരമായിട്ട് ഹാൻഡിൽ ചെയ്തതാണ്. അതുകൊണ്ടാണ് ഈ പറയുന്നത്, ഈ പഞ്ഞി കോട്ടൺ എടുത്ത് ഈ വെള്ളത്തിനകത്ത് തന്നെ സോക്ക് ചെയ്യണം. ഈ കാന്താരിസിന്റെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെള്ളത്തിനകത്ത് തന്നെ മുക്കണം. മുക്കിക്കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ പിഴിയുക പോലും ചെയ്യരുത്, അതുപോലെ തന്നെ അവിടെ റാപ്പ് ചെയ്യണം. അതുപോലെ തന്നെ റാപ്പ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് എന്നിട്ട് അതിന്റെ ഉള്ളിലും ഇതുപോലെ തന്നെ അക്കോണൈറ്റ്, ഫസ്റ്റ് ഡോസ് പൊള്ളലാണെങ്കിലും അക്കോണൈറ്റ് തന്നെയാണ് കൊടുക്കേണ്ടത്. അക്കോണൈറ്റ് 1 ആണ് ഒരു ഡോസ് കൊടുക്കേണ്ടത്. അതിനുശേഷം പിന്നെ കാന്താരിസ് 30 നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഞാൻ ആഴ്സനിക് ആൽബിന് എനിക്ക് അനുഭവമില്ല, അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല. എനിക്ക് അനുഭവം ഈ കാന്താരിസ് ഈ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസമോ അത് കഴിയുമ്പോൾ ഒരൊറ്റ ബബിള് പോലും ഉണ്ടാവില്ല. അത്രയ്ക്ക് പിന്നെ പ്രയോജനകരമാണ് കാന്താരിസ് ഇങ്ങനെ റാപ്പ് ചെയ്താൽ. ഡോക്ടർ പ്രകാശ് വന്നിട്ടുണ്ടല്ലോ, അദ്ദേഹം പറയട്ടെ. ഇപ്പൊ ശരിയായല്ലോ സാറിന്റെ ഫോണ്. സാറെ സംസാരിച്ചോളൂ. മാഡം നമസ്കാരം എല്ലാവർക്കും. ഇപ്പൊ ഈ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഈ ടോപ്പിക് ഫസ്റ്റ് എയ്ഡ് എന്നുള്ളത് ആക്ച്വലി ഹോമിയോപ്പതിയിൽ നേരത്തെ സാറ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ചുറ്റിനും ധാരാളം ഡോക്ടേഴ്സും ഹോസ്പിറ്റലുകളൊക്കെ വന്നതുകൊണ്ട് പഴയ എക്സ്പോഷർ എന്തായാലും ഈ ഫസ്റ്റ് എയ്ഡ് നമുക്ക് കിട്ടാറില്ല എമർജൻസി ആയിട്ട്. എനിഹൗ ഇപ്പൊ ഈ പറഞ്ഞതെല്ലാം മെഡിസിൻസിന്റെയും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, വളരെ ശരിയാണ്. നമ്മളൊക്കെ യൂസ് ചെയ്യുന്ന മെഡിസിൻസ് ആണത്. നമ്മൾ എപ്പോഴും നമ്മുടെ കൺസൾട്ടിങ് ടേബിളില് ഏറ്റവും ആദ്യം വെക്കേണ്ട സാധനം എന്ന് പറയുന്നത് RS സ്പിരിറ്റ് തന്നെയാണ്. അതായത് പേഷ്യന്റിനെ എമർജൻസി ആയിട്ട് ഇപ്പൊ നാട്ടിൻപുറത്തോ അവിടെ എവിടെയെങ്കിലും ആണെങ്കിൽ പേഷ്യൻസിനെ ഇങ്ങനെ വളരെ ഹറി ആയിട്ട് കൊണ്ടുവന്ന് നമ്മുടെ എക്സാമിനേഷൻ ടേബിളിൽ കിടത്തി റിലേറ്റീവ്സിന് പറയാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പേഷ്യന്റ് ബൈസ്റ്റാൻഡർ ഒന്നും പറയാൻ പറ്റുന്നില്ല, പേഷ്യന്റ് അൺകോൺഷ്യസ് ആണെങ്കിൽ നമ്മൾ എന്തെങ്കിലും അപ്പൊ ചെയ്തേ പറ്റും, നമുക്ക് മനസ്സിലാവുന്നില്ല എന്താ സിറ്റുവേഷൻ എന്ന്. അപ്പോ നമ്മുടെ പയനീഴ്സ് പറഞ്ഞിട്ടുണ്ട്, ഇഫ് യു ഡോണ്ട് നോ വാട്ട് ടു ഡു യു ഡു നത്തിങ് അണ്ടിൽ യു കംസ് ടു നോ സംതിങ് ടു ഡു, ഗിവ് പ്ലാസിബോ എന്നാണ്. അപ്പൊ ഈ RS ആക്കി 2-3 തുള്ളി ഒഴിച്ചു കഴിഞ്ഞാല് പിന്നെ ആ ബൈസ്റ്റാൻഡറിനൊക്കെ തോന്നുന്നു എന്തോ ഡോക്ടർ ചെയ്തു. പിന്നീട് അവർ വിവരം പറയുമ്പോ എനിഹൗ ഒരു 5 മെഡിസിൻസ് നമ്മുടെ ടേബിളിൽ വേണ്ടിയത് അക്കോണൈറ്റം ഡെഫിനറ്റ്ലി ഹൈപ്പോട്ടൻസി ആണ്. എമർജൻസിയിൽ 1 ഒക്കെ ആയിരിക്കും പെട്ടെന്ന് ആക്ഷൻ കിട്ടുക. അമൈൽ നൈട്രോസ് നേരത്തെ സാറ് പറഞ്ഞ പോലെ തന്നെ അതും കോട്ടണും വേണം. ദെൻ കാമോമില്ല, ദെൻ കോഫിയ, പെറംഫോസ്, ഇങ്ങനെ 5 മെഡിസിൻസ് നമ്മുടെ മേശയിൽ എപ്പോഴും റെഡി ആയിരിക്കണം. ഏത് എമർജൻസി കണ്ടീഷനിലും ഇത് ഏതെങ്കിലും ഒന്ന് കൊടുക്കാമെന്നുള്ളതാണ് പൊതുവെ പടിയാർ സാറൊക്കെ പറഞ്ഞിരിക്കുന്നത്. നമ്മളെപ്പോഴും അത് കരുതി വെക്കാറുമുണ്ട്. അപ്പൊ RS സ്പിരിറ്റിന് തന്നെയാണ് പ്രൈമറി ഫേഷ്യ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ എന്തിനും ചെയ്യുന്നതിന് നമ്മളും സ്ട്രെസ്ഡ് ആയി പേഷ്യൻസിനൊന്നും പറയാനും പറ്റുന്നില്ല എന്താ സംഭവിച്ചെന്നറിയില്ല. പിന്നെ BP ആണോ സോഡിയാണോ ഹൈപ്പോഗ്ലൈസീമിയ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാനും പറയാനും ഒരു ചെറിയൊരു ഗ്യാപ്പ് കിട്ടും. അപ്പൊ ഇത് വളരെ ഞാൻ നേരത്തെ എന്റെ തുടക്കത്തിലൊക്കെ ഒത്തിരി അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോ ഈ സ്പിരിറ്റ് ഇട്ട് കഴിയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പ്ലാസിബോ വായിൽ വെള്ളമാണെങ്കിലും മതി ഡ്രോപ്പ് ആയിട്ട് ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ അവർക്കൊരു ബ്രീത്തിങ് ടൈം കിട്ടും, നമുക്കും അത് കിട്ടും. നമ്മളൊന്ന് കംഫർട്ടായി ഇതൊക്കെ നോക്കി അതനുസരിച്ച് നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഇപ്പൊ ഓറൽ വെർട്ടിഗോ ഒക്കെ ഓൾ ഓഫ് എ സഡൻ ഒരു എമർജൻസി ആയിട്ട് നമുക്ക് സാധാരണ റഷ് ആയിട്ട് വരാറില്ല. പലപ്പോഴും ഫെയിന്റിങ്ങോ അല്ലെങ്കിൽ ക്രാംസോ അല്ലെങ്കിൽ കൺവൾഷൻസ് ഒക്കെയാണ് വരിക. അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷൻസിൽ അമൈൽ നൈട്രോസ് ഒന്ന് ഇൻഹെയിൽ ചെയ്ത്, അല്ലെങ്കിൽ ഭയങ്കര സിവിയർ ആയിട്ടുള്ള വീസിങ് ഒക്കെ വരുമ്പോൾ അയഡോഫോം 3x നാക്കിനടിയില് അങ്ങനെയൊക്കെ കൊടുത്ത് അവരെ ഒന്ന്
ആ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് അടുത്ത മെഡിസിനിലേക്ക് പോകാനുള്ള ടൈം അവിടെ കിട്ടും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോ നേരത്തെ സംസാരിച്ച 2 ഡോക്ടേഴ്സും വളരെ നല്ല ഒപ്പീനിയൻസ് ആണ്. അല്ലെങ്കിൽ ആ ബേണിന്റെ കാര്യത്തിലും മറ്റേ ആ ഫെയിന്റിങ്ങിന്റെ കാര്യത്തിലും ഒക്കെ. നമ്മൾ ഈ ഓറൽ വെർട്ടിഗോ നോക്കുമ്പോൾ ഏറ്റവും നമ്പർ 1 ആയിട്ട് വരുന്ന മെഡിസിൻ ബ്രൈ തന്നെയാണ്. നമ്മൾ ബോർക്ക് എടുത്ത് നോക്കിയാല് അതിന്റെ ഇയറിൽ ഫസ്റ്റ് ലൈൻ തന്നെ അതാ പറയുന്നത്, ഓറൽ വെർട്ടിഗോ എന്ന്. അത് ആ മൂവ്മെന്റ് അഗ്രവേഷൻ ആണ് അവിടെ ആ മൊഡാലിറ്റി വരുമ്പോൾ. അപ്പോൾ ഇതിന് ടൈം വളരെ കഴിഞ്ഞെന്ന് തോന്നുന്നു. എനിക്ക് പ്രത്യേകം ഒന്നുകൂടി പറയുകയാണ്, നമ്മൾ ഈ പ്ലാസിബോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മീൻസ് RS നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കും. സാറേ ഇപ്പൊ ടൈം കഴിയുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ 9:30-ക്കാണ് മലയാളം സെഷൻ തുടങ്ങുന്നത്, 10:30 വരെ ആക്കി. അപ്പൊ ഇനിയും എന്തെങ്കിലുമൊക്കെ ഓർക്കുകയാണെങ്കിൽ സാറിന് പറയാം. ആയിക്കോട്ടെ, മറ്റുള്ളവർ നമ്മുടെ പറയട്ടെ മാഡം. ഓക്കെ. അപ്പൊ ഇനി നമ്മുടെ ബഹുമാന്യനായ പ്രസിഡന്റ് സൂമിൽ എത്തിയിട്ടുണ്ട്. സാർ കുറച്ചു നേരം കൊണ്ട് വെയിറ്റ് ചെയ്യാണ്. സേട്ട് സാറിനെ ക്ഷണിക്കുകയാണ്. എന്താണ് സാറിന് പറയാനുള്ളത്? എമർജൻസീസിൽ ഉപയോഗിക്കേണ്ടുന്ന പ്രഥമ ശുശ്രൂഷ. സാറിന് കോഹോസ്റ്റ് ആക്കിയിട്ടില്ലേ നോക്കട്ടെ. സാറെ കോഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്. സാറൊന്ന് അൺമ്യൂട്ട് ചെയ്തേ. സാർ അൺമ്യൂട്ട് ചെയ്തേ. കോഹോസ്റ്റ് ആക്കിയിട്ടുണ്ടല്ലോ. അയ്യോ, ഹോസ്റ്റ് ആയോ സാറ്? കോഹോസ്റ്റ് എനിക്ക് സാർ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ സാറ്. സാറിന് അറിയാമെങ്കിൽ എന്നെ ഒന്ന് ഹോസ്റ്റ് ആക്കിയേക്കണേ. എന്തോ കൈതട്ടി സാറിപ്പോ ഹോസ്റ്റാണ്. സാറ് സംസാരിക്കാനുള്ളോ പറഞ്ഞിട്ട് മതി. പ്രത്യേകിച്ച് നമ്മുടെ എമർജൻസി ആയിട്ട് കാര്യങ്ങൾ ഹോമിയോപ്പതി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. പറഞ്ഞ 2-3 ആൾ പ്രസംഗിച്ചതും പറഞ്ഞതിലൊക്കെ വളരെ കൃത്യമായ മരുന്നുകളാണ് പറഞ്ഞിട്ടുള്ളത്. ക്യാൻസാൻസിന് കൊടുക്കുന്ന പൊള്ളലിനൊക്കെ വളരെയധികം എഫക്റ്റ് ഞാനും കണ്ടിട്ടുണ്ട്. ഒരുപാട് ഇത് തനിയെ വെള്ളത്തിൽ ചോക്ക് ചെയ്ത് കൊടുക്കാവും. ചോക്ക് ചെയ്ത പഞ്ഞിയോ അല്ലെങ്കിൽ തുണിയോ അത് മുക്കിയിട്ട് കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പൊള്ളൽ പോലും പുറത്ത് വരില്ല. അത് വരെയാണ്. അതിന് ക്യാൻസാൻസ് 200 ഡോസ് ഉള്ളിലോട്ടും കൊടുക്കുകയാണെങ്കിൽ അതിന് സെപ്റ്റിസിമി കണ്ടീഷൻ വരും മാറും. അഥവാ ഇനി പൊള്ളിട്ട് ബ്രസ്റ്റേഴ്സ് ആയിപ്പോയെങ്കിൽ അവിടെ പിന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് ഹെപ്പാസൾഫാണ്. ബ്രസ്റ്ററായിട്ട് പഴുക്കുമെന്ന് തന്നു കഴിഞ്ഞാൽ ബ്രസ്റ്റായിട്ട് തീർച്ചയായിട്ടും പഴുക്കും. ആ പഴുപ്പിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കാൻ പറ്റിയ മരുന്ന് ഹെപ്പാസൾഫാണ്. ഹെപ്പാസൾഫ് 200 ഒറ്റ ഡോസ് കൊടുത്താൽ മതിയാവും. ഒരു ഡോസ് പോരാൻ തോന്നിയാണെങ്കിൽ ഒരു 6-8 മണിക്കൂർ കണ്ട് ഒരു ഡോസ് കൂടെ കൊടുക്കുക. അല്ലാതെ വേറെ 2ാമത്തെ ഡോസ് 3ാമത്തെ ഡോസ് വേണ്ടി വരില്ല. ഇതാണ് എനിക്ക് ഇതിലുള്ള നിങ്ങളുടെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. സാറേ അത് ഈ എന്തെങ്കിലും പഴുപ്പിന്റെ സൂചന കാണുമെങ്കിൽ ഷഡോന്ന് നമ്മൾ പൈറോജൻ കൂടെ കൊടുക്കണം. പൈറോജൻ വേണ്ടി വരില്ല. ഒന്ന് ബ്ലഡ് വന്നിട്ട് പൊട്ടിയിട്ട് എന്താണെങ്കിലേ അല്ലെങ്കിൽ ബ്ലഡ് വന്നിട്ടുണ്ടെങ്കിൽ അത് പഴുക്കുന്നുള്ള ഉറപ്പാണ്. പഴുക്കും. അപ്പൊ അത് കൊടുക്കാൻ പറ്റിയ മരുന്ന് ഹെപ്പാസൾഫ് തന്നെയാണ്. പൈറോയ്ക്ക് നമ്മൾ ധാരണ കൊടുത്തിങ്ങനെ ആന്റിപൈറസ് മരുന്ന് കൊടുത്ത് പരിചയമുള്ള കൊണ്ട് തോന്നുന്നതാണ്. അതിനൊന്നും ആവശ്യം വരില്ല. അവിടെ നമുക്കൊരു പ്രിസംപ്ഷൻ ഉണ്ടല്ലോ ചില കാര്യങ്ങൾക്ക്, അല്ലേ? കടിച്ചു കൊണ്ട് ഇടപാട് കൊടുക്കുക, അങ്ങനെ ഒരു പ്രിസംപ്ഷൻ ഉണ്ട്. അത് ആ കൂടുതൽ തന്നെയാണ്. ആരാണ്? അനിൽകുമാർ ഡോക്ടർ അല്ലേ? ഇവിടെ സാർ അതിന് ഏറ്റവും ബെസ്റ്റ് മെഡിസിൻ കാർബോളിക് ആസിഡ് ആണ്. കാർബോളിക് ആസിഡ് ചെയ്യാതിരിക്കാൻ കാർബോളിക് ആസിഡ്. അതും വല്ലതും ആക്ഷൻ ഉണ്ട്. ഞാൻ ഇതില് ഹോമിയോപ്പതി മെഡിസിൻ കൊടുക്കുമ്പോൾ ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് ഹോമിയോ മെഡിസിൻ വെച്ച് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു പാട് പോലും വരില്ല. അതെ,
അതാണ് ഹോമിയോപ്പതിയുടെ ഏറ്റവും വലിയ മെറിറ്റ്. അത് ഞാൻ അലോപ്പതി വെച്ച് സെൻവറക്സ് ഉപയോഗിക്കുകയാണെങ്കിൽ പാട് വരും, ഇത് പാട് വരൂല. ഒന്നും വരില്ല. ഞാൻ ഒറ്റ പാട് ചിന്തിച്ചോണ്ട് കാണത്തില്ല. ഇങ്ങനെ സംഭവം നടന്ന പോലെ അറിയാൻ പറ്റൂല. ഓക്കെ. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ മെറിറ്റ് എന്ന് പറയുന്നത്. തലമുറ കൂടുതൽ എനിക്ക് ആശുപത്രിയോട് പറയണം കേട്ടോ. അതുകൊണ്ട് അത് പറയാനുള്ള കാരണം അനിൽകുമാർ പിന്നെ അവിടെ ലോക്കലായിട്ട് ഇങ്ങനെ ഒരുപാട് കാര്യം ചെയ്തിട്ടുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് കിട്ടിയ അനുഭവമായിരിക്കും. അനുഭവമില്ലാത്ത കാര്യം പുള്ളി പറയാറില്ല. പിന്നെ ചില ഏരിയകളിൽ ചില മരുന്നുകൾക്ക് ഒരു പ്രത്യേക പ്രവണതയുണ്ട്. ആലപ്പുഴ ഏരിയ ആണെങ്കിലും ഈ ഹെപ്പാസൽമലിന്റെ ആക്ഷനാണ് ആലപ്പുഴ ഭാഗത്ത്. കാരണം കൂടുതൽ ജലാംശങ്ങൾ കൊണ്ട് നിൽക്കുന്ന സ്ഥലത്ത് ആ മരുന്നിന് കൂടുതൽ ഇതായിട്ട് വരാറുണ്ട്. ഡ്രൈ ഏരിയ ആണെങ്കിൽ വരത്തില്ല. ഓക്കെ സാറേ. അനിൽകുമാർ ഡോക്ടറെ പറ്റുമെങ്കിൽ എന്നെ ഒന്ന് ഹോസ്റ്റ് ആക്കാൻ ഒക്കെ ഒന്ന് നോക്ക് ഡോക്ടറെ. ഞാൻ ഒരു ആക്കിയിട്ടാണ്. മിനിറ്റ് ഞാൻ ട്രൈ ചെയ്യട്ടെ. പിന്നെ ഈ അക്യൂട്ട് കേസുകൾ ചില സിവിയർ ആസ്മയായിട്ട് വരുമല്ലോ, ഇങ്ങനെ ചുമച്ച് ഭയങ്കര ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ആയിട്ട് വന്ന എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും? വല്ലാണ്ട് ചുമച്ച് വന്നിട്ട് ശ്വാസം കിട്ടുന്നില്ലെന്ന് കണ്ടാല് ഡ്രോസറ 30 ഡോസ് കൊടുത്താൽ മതിയാവും. ഡ്രോസറ ചുമച്ച് ഒമിറ്റ് ചെയ്യുകയും കൂടെ ചെയ്തോണ്ടിരിക്കുകയാണെങ്കിലോ? ഇപ്പക്കാക്ക് കൊടുക്കാം. ഇപ്പക്കാക്ക് ഡ്രോസറയ്ക്ക് അത്രയും ചാൻസ് ഉണ്ട് കേട്ടോ. എന്തോ ഡ്രോസറയ്ക്ക് കൂടുതൽ ചാൻസ് ഉണ്ട്. ഡ്രോസറ വയ്ക്കുന്നില്ലെങ്കിൽ മാത്രം ഇപ്പക്കാക്ക് കൊടുത്താൽ മതിയാവും. ഓക്കെ. അപ്പൊ ഇനി മറ്റ് അക്യൂട്ട് കേസുകളെ കുറിച്ച് ശാന്താചന്ദ്രൻ മാഡം ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. മാഡം സംസാരിച്ചോളൂ. ശാന്താചന്ദ്രൻ മാഡം കേൾക്കാം. ഗുഡ് ഈവനിങ് എല്ലാവർക്കും. നമസ്കാരം. ഞാൻ ഈ തലകറക്കത്തിന്റെ കാര്യം പറഞ്ഞപ്പോ എൻ്റെ ഒരു അനുഭവം പറയാ. ഞാന് വൃന്ദാവനിൽ പോകാനായിട്ട് ഡൽഹി പോവുമായിരുന്നു. അപ്പൊ ഇവിടെ നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഫ്ലൈറ്റിൽ കയറി കുറച്ചൊരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള ഒരു ലേഡി പെട്ടെന്ന് കുഴഞ്ഞു വീണ് അവര് ബോധമില്ലാണ്ടായി. ബോഡിയൊക്കെ അങ്ങ് തണുത്ത് ഐസ് പോലെയായി. അപ്പൊ ഞാൻ യൂഷ്വലി ട്രാവൽ ചെയ്യുമ്പോൾ കുറെ മെഡിസിൻസ് ഉണ്ടാവും എൻ്റെ കയ്യിൽ. റെസ്ക്യൂ റെമഡി, അക്കണൈറ്റ്, അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ടാവും. അപ്പൊ എയർ ഹോസ്റ്റസ് അവിടെ നിന്ന് വിളിച്ചോണ്ട് എനി ഡോക്ടേഴ്സ് പ്ലീസ് എന്ന് പറഞ്ഞ് ഇങ്ങനെ അനൗൺസ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ ഒരു അലോപ്പതി ഡോക്ടർ വന്നു. പക്ഷെ പുള്ളിയുടെ കയ്യിൽ ഒന്നുമില്ല. എന്താണ് നമുക്ക് അവരുടെ റീസൺ എന്താണെന്നും അറിയുന്നില്ല. ഞാൻ നോക്കിയപ്പോ കൈയും കാലും എല്ലാം തണുത്ത് മുഖമൊക്കെ അങ്ങ് വിളറിയിരിക്കും. ഞാൻ ചെയ്തത് ക്യാംഫർ ടിഞ്ചർ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അടുത്തിരുന്ന ലേഡിയോട് പറഞ്ഞു അവരുടെ കാലിലും കയ്യിലും എല്ലാം ക്യാംഫർ ടിഞ്ചർ വെച്ച് നല്ലപോലെ മസാജ് ചെയ്യാൻ പറഞ്ഞു. മസാജ് ചെയ്യാൻ പറഞ്ഞിട്ട് ഒരു ഡോസ് അക്കണൈറ്റ് 1 കൊടുത്തു ആദ്യം. അത് കഴിഞ്ഞിട്ട് റെസ്ക്യൂ റെമഡി അവരുടെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് അത് റെസ്ക്യൂ റെമഡിയും കാർബോവേജും കൂടെ കൊടുത്തിട്ട് 5 മിനിറ്റ് ഇടവിട്ട് 5 മിനിറ്റ് ഫ്ലൈറ്റിൽ വെച്ചിട്ടേ ഇത് കൊടുക്കാൻ പറഞ്ഞു. അപ്പോഴേ പിന്നെ നമുക്ക് സംശയം. അപ്പൊ ഇവര് കണ്ണു തുറന്ന് കുറച്ച് ഇതായി, കാലൊക്കെ മസാജ് കണ്ണു തുറന്നു കഴിഞ്ഞപ്പോ പിന്നെ ഹസ്ബൻഡിന്റെ അടുക്ക വിവരമൊക്കെ ചോദിക്കുന്നത് എന്താ. അപ്പൊ അവര് ഫാസ്റ്റിംഗ് ആയിരുന്നു. വൃന്ദാവനിൽ പോയി അമ്പലത്തിൽ പോയിട്ട് ഫുഡ് കഴിക്കുള്ളൂ പറഞ്ഞൊരു തലേന്ന് തുടങ്ങി ഫാസ്റ്റിംഗ് ആയിരുന്നു. ഡയബറ്റിക് പേഷ്യന്റ് ഒന്നും അല്ല. പിന്നെ ഉടനെ ഗ്ലൂക്കോസ് ഒക്കെ കലക്കി കൊടുത്ത് അത് എന്തായാലും ക്യാൻസർ കയ്യിലും കാലിലും എല്ലാം പുരട്ടി കഴിഞ്ഞപ്പോ അവര് ഓക്കെ ആയി. അക്കണൈറ്റ് ആയിരിക്കാം, കാർബോഹൈഡ്രേറ്റ് ആയിരിക്കാം, ക്യാൻസർ ആയിരിക്കാം, എല്ലാ മെഡിസിനും കൂടെ ആക്ട് ചെയ്ത് റെസ്ക്യൂ റെമഡി ഇത്ര മെഡിസിൻ കൊടുത്ത് എന്ത് ചെയ്യണമെന്ന് ആ സമയത്ത് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. ഇത് എൻ്റെ ഒരു അനുഭവം. കഴിഞ്ഞ പ്രാവശ്യം ഭാഗ്യമൊക്കെ ആയിട്ട് ഞാൻ വൃന്ദാവനിൽ പോയപ്പോ എനിക്കുള്ളൊരു അനുഭവം. പിന്നെ ഞാൻ ട്രെയിനിൽ വെച്ച് വൃന്ദാവനിൽ പോയിരുന്നു ഞങ്ങള്. വൃന്ദാവൻ ബാംഗ്ലൂരില്ലേ? അല്ലല്ല, ഡൽഹിയില്. മധുര. ഡൽഹി പോയിട്ട് അവിടുന്ന് പിന്നെ വൃന്ദാവനിലേക്ക്. പിന്നെ ഞാൻ ട്രെയിനിൽ വെച്ചൊരു ഡെലിവറി എടുത്ത കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്.
ഉം. അപ്പോഴും എനിക്ക് അക്കണേറ്റും ആർണിക്കയും ബെല്ലും പൾസാറ്റിലെയൊക്കെയാണ് എനിക്ക് എഫക്ട് ചെയ്ത് എനിക്ക് അനുഭവം കിട്ടിയത്. ഇത്രേ ഉള്ളൂ പറയാൻ. കഴിഞ്ഞ ദിവസം ഈ വന്ദേ ഭാരത് എക്സ്പ്രസിൽ ഞാൻ യാത്ര ചെയ്യുന്ന സമയത്ത് എന്റെ തൊട്ടടുത്ത സീറ്റിലിരുന്ന ഒരു 60-65 വയസ്സുള്ള ഒരു പ്രായമായ സ്ത്രീ ഭക്ഷണം അവർ കഴിച്ചു. അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഞങ്ങള് എല്ലാവരും ട്രെയിനിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു, അത് കഴിച്ചു. അത് കഴിച്ച് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീ വല്ലാത്ത വെപ്രാളം കാണിക്കുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ കാര്യം എന്താന്ന് ചോദിച്ചു. എനിക്ക് ഛർദിക്കണം എന്ന് ഇവര് അവരിങ്ങനെ പിടിച്ചിരിക്കുക ഛർദില്. ഉടനെ തന്നെ ഞങ്ങൾ അപ്പുറത്തെ സീറ്റിലായിരുന്നു. ഞങ്ങൾ എഴുന്നേറ്റ് കൊടുത്തു കഴിഞ്ഞ് അവർ പോയി ഛർദിച്ച് വന്ന് അവിടെ അവര് ഫെയിന്റ് ചെയ്യുന്ന പോലെ അങ്ങനെ കിടന്നു. അപ്പോൾ ഞാൻ അവരുടെ പറഞ്ഞു, ഞാൻ ഒരു ഡോക്ടറാണ്, നിങ്ങൾക്ക് ഞാൻ മരുന്ന് തന്നാൽ നിങ്ങൾ കഴിക്കുമോ എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു കഴിക്കാം എന്ന് കൈ കൊണ്ട് കാണിച്ചു. ഞാൻ അപ്പൊ കൊടുത്ത മെഡിസിൻ കാർബോവക്കാണ് കൊടുത്തത്. പിൽസ് ആയിട്ടുണ്ടായിരുന്നു കയ്യില്. അത് അവരുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങളൊരു 10 മിനിറ്റ് ഇടവിട്ട് കഴിക്കാൻ പറഞ്ഞു. ഒരു 4-5 ഡോസ് കഴിച്ചു കഴിഞ്ഞപ്പോ തന്നെ അവര് പറഞ്ഞു, എനിക്കിപ്പോ ആശ്വാസമുണ്ട്. ഞാൻ പറഞ്ഞു, ഈ ഗുളിക നിങ്ങളുടെ കൈ വെച്ചോ, അവര് തിരുവനന്തപുരത്തേക്ക് പോവുക, ഞങ്ങൾ ആലപ്പുഴ ഇറങ്ങും. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് കൈ വെച്ചോ, ഒരു 2 മണിക്കൂർ ഇടവിട്ട് കഴിച്ചോ എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് ഉച്ചക്ക് മീൽസ് വന്നപ്പോ ഈ സ്ത്രീ പറഞ്ഞു, എനിക്കിപ്പോ ഒരു അസുഖവും ഇല്ല, ഞാൻ മീൽസ് കഴിക്കാൻ പോവുക. ഞാൻ പറഞ്ഞു, കഴിച്ചോ, ഒരു പ്രശ്നവും ഇല്ല, ധൈര്യമായിട്ട് കഴിച്ചോളാൻ പറഞ്ഞു. അതാണ് ആ കാർബോവക്കിന്റെ വണ്ടർഫുൾ ആക്ഷനെ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളില് നമ്മൾ മരുന്നുകൾ എപ്പോഴും കൈ കൊണ്ട് നടക്കുന്ന നല്ലതാണ്. നമുക്കല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും പ്രയോജനപ്പെടും. ഓക്കെ, ഹരിഹരൻ സാറ്. അടുത്ത ഡോക്ടർ ഷാജി ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടറെ സംസാരിച്ചു. ഡോക്ടറെ, ഞാനൊരു താലൂക്ക് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത അനുഭവം ഉണ്ടായിരുന്നു. അവിടെ ഒരു കേസില് ഒരു ആസ്മയായിട്ട് കിടന്ന ഒരു 10-60 വയസ്സ് പ്രായമുള്ളവരാണ്. അപ്പൊ അവിടെ അഡ്മിറ്റ് ചെയ്ത് സ്ഥിരം കിടക്കുന്നവരാണ്. വൈകിട്ട് തന്നെ ഞാൻ എന്റെ ക്ലിനിക്കിൽ ഇരിക്കുമ്പോൾ എന്നെ വിളിച്ചു പറയുന്നു, ഭയങ്കര ശ്വാസമുട്ടാണ്. ഇടയ്ക്ക് ശബ്ദം മുറിയുന്ന പോലെ തോന്നുന്നു ഡോക്ടറെ. ആണോ? ശ്വാസമുട്ടാണെന്ന് പറഞ്ഞിട്ട് അവര് അവിടുത്തെ നേഴ്സ് ഉണ്ടായിരുന്നു, വിളിച്ചിരുന്നു. അവിടെ അപ്പൊ ഞാൻ പറഞ്ഞു, എന്തായാലും കാർബോഹൈഡ്രേറ്റ് കൊടുക്കാൻ പറഞ്ഞു, അടുപ്പിച്ച് കൊടുക്കാൻ പറഞ്ഞു. എന്നിട്ട് ഓക്സിജൻ കൊടുക്കാൻ സൗകര്യം ഉണ്ടായതുകൊണ്ട് ഓക്സിജൻ കൊടുത്തു. എന്നിട്ട് അവര് ചാടി ഓർത്തോപ്പീനിയ പോലെ ഭയങ്കര ബഹളവും ഒക്കെ കാണിക്കുന്നു. അവര് ബൈസ്റ്റാൻഡേഴ്സിനെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. ആ ഒരു സ്റ്റേജിൽ എന്നെ വിളിച്ചു. ഞാനൊരു 15 കിലോമീറ്റർ ദൂരമാണ് എന്റെ ക്ലിനിക്കും താലൂക്ക് ആശുപത്രി തമ്മിൽ. അപ്പം നമ്മളെ ഒരു സ്റ്റാഫിന്റെ എന്റെ ക്ലിനിക്കിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടറെ ചോദിച്ചു, ഇത് നമ്മൾ ഈ ഒരു സ്റ്റേജിലാണെങ്കിൽ അഡ്രിനാൽ കൊടുക്കുവാണ് സാണ് അലോപ്പതി ചെയ്യുന്നത്. അപ്പൊ എന്തുകൊണ്ടായാലും അവിടെ അഡ്രിനാലിൻ ഇല്ലായിരുന്നു. ഞാൻ എന്തായാലും അഡ്രിനാലിൻ 30 കൊണ്ടുപോയി. എന്നിട്ട് ആസ്പിഡോസ്പെർമിയം കൂടെ കൊടുക്കാൻ പറഞ്ഞു. അവിടെ ചെന്ന് ഒരു 10 മിനിറ്റ് ഇടവിട്ട് നമ്മൾ വെള്ളത്തിൽ കലക്കി അഡ്രിനാലിൻ കൊടുത്തുകൊണ്ടേയിരുന്നു 30. ആദ്യമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു. പക്ഷെ അത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവര് അനങ്ങാതെ കിടന്നു. അപ്പൊ അവിടുത്തെ ഹോസ്പിറ്റലിലെ മറ്റുള്ള സ്റ്റാഫ് എല്ലാം പറഞ്ഞ്, ഡോക്ടറെ ഒന്ന് നോക്കണേന്ന്. എന്ന് പറഞ്ഞാൽ മരിച്ച കണക്ക് അവരെത്ര കാമായി എന്നുള്ള അത്ര സംശയം. നോക്കിയപ്പോ അവര് വളരെ നല്ലപോലെ ഉറങ്ങി എന്നുള്ളു. അത് അഡ്രിനാൽ അടുപ്പിച്ച് അതായത് 5 മിനിറ്റ് ഇടവിട്ട് കൊടുക്കുമായിരുന്നു. കാര്യം അവർ ചാടുക, ഓർത്തോപ്പീനിയ അങ്ങനെയുള്ള പ്രശ്നം വന്നു. അപ്പൊ ഓക്സിജനൊക്കെ 80 താഴെയായി. പിന്നെ അവിടെ ഓക്സിജൻ സപ്ലൈ കൊടുക്കാൻ പറ്റിയത് കൊണ്ട് അതും പറ്റി. പക്ഷെ കാർബോഹൈഡ്രേറ്റ് കൊടുത്തിട്ട് ഒരു റെസ്പോണ്ടും ചെയ്തില്ല. അഡ്രിനാലിൻ നല്ലപോലെ ആക്ട് ചെയ്തു. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവർ ഉറങ്ങിയെന്നുള്ളൂ. ഒരു വലിയ അതിശയം പോലെ എനിക്ക് തോന്നുന്നു. അത് ആസ്മയ്ക്ക് അഡ്രിനാലിൻ നല്ല എഫക്റ്റ് ആണ് എന്ന് എന്റെ ഒരു ആദ്യത്തെ അനുഭവമാണ്. പക്ഷെ ഞാൻ ചില കേസുകൾ ഇപ്പൊ കൊടുക്കുന്നുണ്ട്. ഡോക്ടറെ, അത് ഞാൻ ഒരു അഭിപ്രായം പറയുന്നതിൽ പ്രയാസം തോന്നരുത്. ഡോക്ടർ ആസ്പിഡോസ്പെർമ കൊടുത്തെങ്കിൽ ദാറ്റ് ഈസ് ദി ഡിജിറ്റാലിസ് ഓഫ് ലങ്സ്. ആസ്പിഡോസ്പെർമ ഇവർക്ക് പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഈ കാർബോഹൈഡ്രേറ്റ് കൊടുത്തപ്പോ ആസ്പിഡോസ്പെർമ അവിടെ കൊടുത്തായിരുന്നു ഈ ഹോസ്പിറ്റലില്. പക്ഷെ അവിടെ ഞാൻ എന്റെ കയ്യിൽ കരുതിയ അഡ്രിനാലിൻ
30 ഉണ്ടായത് കൊണ്ട് മാത്രമാണ് അവിടെ. അതിനുശേഷമാണ് അവിടെ ചിലപ്പോഴും ബഹളമാണ്, ഈ ഓക്സിജൻ കുറവാണ്, അവര് ഓക്സിജൻ മാസ്ക് ഇട്ടേക്കുവാണ്, എന്നിട്ടും കുറവില്ലാത്ത സമയത്താണ് അഡ്രിനാലിൻ നമ്മൾ കൊടുത്തപ്പോൾ പിന്നെ അതിന്റെ ആക്ഷൻ കിട്ടിയ കാര്യം. അത് അഡ്രിനാലിനും ഈ പിന്നെ ആസ്പിഡോസ്പെർമ അവിടെ ഹോസ്പിറ്റലിൽ കൊടുത്തു. ഞാൻ വണ്ടിയിൽ ഇരിക്കുമ്പോൾ തന്നെ പറഞ്ഞു ഇത് ഇങ്ങനെ കൊടുക്കാൻ പറഞ്ഞു. കാർബോഹൈഡ്രേറ്റ് കൊടുത്തിട്ട് റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ ആസ്പിഡോ കൂടെ കൊടുക്കുക എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോഴും റെസ്പോണ്ട് ചെയ്യാതിരുന്നിട്ടാണ് ക്ലിനിക്കിൽ അവിടെ വന്നതിന് ശേഷം എന്റെ കയ്യിൽ നിന്ന് എടുത്ത് കൊടുത്ത് ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഉറങ്ങിയെന്നുള്ള. വീണ്ടും അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നല്ലേ ഡോക്ടർ പറയുന്നത്? അഡ്രീനാലിൻ വീണ്ടും പല കേസുകളിലും നമ്മള് ഈ ആസ്മയ്ക്ക് അങ്ങനെ അത്യാവശ്യമായിട്ട് വരുമ്പോൾ ഇതിൽ അഡ്രിനാൽ കൊടുക്കാറുണ്ട്. കാരണം അലോപ്പതിയിൽ അഡ്രിനാലിൻ എങ്ങനെ കൊടുക്കുന്നു അതിലും സ്പീഡിലായിട്ട് നമ്മളെ ഹോമിയോപ്പതിയിൽ നമ്മൾ 30 ആക്ട് ചെയ്തു എന്ന് അത് അതിന്റെ ആ ഡോക്യുമെന്റ്സ് പോലും നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ പറയുമായിരുന്നു എന്നൊക്കെ. ഈ ആസ്പിഡോസ്പെർമയൊക്കെ ഇപ്പൊ ഈ കോവിഡ് വന്നപ്പോഴല്ലേ ഇത് പുറത്ത് വന്നത്. അതിനു മുമ്പ് തന്നെ നമ്മൾ കൊടുത്തിട്ടും അതിലും കൂടുതൽ ഇതിൽ റെസ്പോണ്ട് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, അതും ഒരു പുതിയ അറിവ്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോഴ് ഇനി പ്രകാശ് സാർ എന്തെങ്കിലും പറയാൻ ഒന്ന് അൺമ്യൂട്ട് ചെയ്തോ. മാഡം, അത് രണ്ട് കാര്യങ്ങൾ അത്രേ ഉള്ളൂ. ഒന്ന്, ഇപ്പോ നമ്മുടെ ഷായ് സാർ പറഞ്ഞു കാർബോജ് കൊടുത്തു, ആ ലേഡി ഉടനെ അവർക്ക് ഉച്ചയ്ക്ക് വളരെ ഫ്രഷ് ആയി അവര്. അപ്പൊ നമ്മളിൽ പലരും ഇപ്പോ നമ്മുടെ ഈ ഗ്രൂപ്പിലിരിക്കുന്ന പലരും സാറിന്റെ ആ സിംറ്റം പ്രസന്റേഷൻ കണ്ടിട്ട് അതെന്തുകൊണ്ട് തന്നെ അക്സോമിക്ക കൊടുക്കാറുന്നതെന്ന് ആലോചിച്ചു കാണും. കാരണം അവർ പറഞ്ഞു അവർക്ക് വൊമിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലായി സാർ, എനിക്ക് സാർ പറഞ്ഞു കഴിയട്ടെ. ഒരാൾ പറയും, പ്രകാശ് സാർ പറഞ്ഞിട്ട് സാറിന് അതിന് മറുപടി പറയും. സാറേ, അത് പേഷ്യന്റ് ഫുഡ് കഴിച്ചിട്ട് 10 മിനിറ്റ്. അപ്പൊ ഈ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ മെഡിസിൻ സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ലോജിക് ഒന്ന് യൂസ് ചെയ്യുന്നത്. കാരണം ആ കാർബോജ് കറക്റ്റ് സെലക്ഷൻ ആണ്. അക്സോമിക്ക് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അഗ്രവേഷൻ വരുന്ന ഫുഡിന് ശേഷം. കാർബോവെജിന് അപ്പർ അബ്ഡോമൻ എന്ന് പറയുമ്പോൾ ആ ലേഡിക്ക് ഒന്നുകിൽ ഈസോഫാഗസിൽ ഒരു സ്ട്രിക്ചറോ അല്ലെങ്കിൽ ഒരു ഹിയാറ്റിസ് എണ്ണയോ ഉണ്ടാവാം. ആ ലേഡി ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് അത് അവിടെ അക്യൂമുലേറ്റ് ചെയ്ത് അതുണ്ടാക്കിയ പ്രഷർ സിംറ്റംസ് കൊണ്ട് അവർ വിയർത്ത് വിളിച്ചപ്പോൾ കറക്റ്റ് ഇൻഡിക്കേഷൻ ആണ് കാർബോവെജ്. ആ ഒരു ബേസ് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ പ്രിസ്ക്രിപ്ഷൻസും നമ്മളിപ്പോ പറയും ആസ്പിഡോസ്പെർമ അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഓരോ മെഡിസിനും അതിൻ്റെ ഒരു സ്പെസിഫിക് സിംറ്റം എന്തെന്നുള്ളത് ആ ഒരു ലോജിക്ക് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ കൺഫ്യൂഷൻസ് എല്ലാം തീരും. രണ്ടാമതൊരു കാര്യം പറയാനുള്ളത്, ഇപ്പൊ നമ്മൾ പലരും ആ കേസിൽ അക്സോമിക്ക് ചിലപ്പോൾ കൊടുത്തെന്ന് വരാം, പേഷ്യന്റ് ഇൻഡ്യൂസ് വോമിറ്റിംഗ് എന്ന രീതിയിൽ. പക്ഷെ അതിന് കുറച്ചുകൂടി ടൈം എടുക്കണം, ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ടാണ്. ഇത് 10 മിനിറ്റ് എന്ന് പറയുമ്പോൾ ഈസോഫാഗസിൽ ഇറങ്ങിയിട്ടില്ല. അപ്പൊ അവിടെ ഒരു അപ്പർ അബ്ഡോമിനൽ പാത്തോളജി ആണെന്നുള്ളത് മനസ്സിലാക്കിയിട്ടായിരിക്കണം ഷാജി സാർ അത് കാർബോജ് കൊടുക്കുകയും ഉടനെ ആ ലേഡിക്ക് ഒരു ഗ്യാസ്ട്രിക് ഡിസ്റ്റർബൻസ്, ഫ്ലാറ്റ്ലെൻസ് കൊണ്ടുണ്ടായ ഡിസ്ട്രെസ് ആയിരിക്കണം. സേട്ട് സാർ പറഞ്ഞൊരു കാര്യവും, ഹെപ്പാർ സൾഫും നമ്മുടെ വളരെ വിലപ്പെട്ട ഒരു മെഡിസിൻ ആണ്. എന്റെ ഒരു അനുഭവത്തില് ഹെപ്പാർ സൾഫും സൈലീഷ്യയും നമ്മൾ പൊതുവെ ലോവർ പൊട്ടൻസി 3x പഴുപ്പിക്കാനും ഹൈപ്പൊട്ടൻസി 200 പോലെയുള്ളവ പഴുപ്പുണക്കാനും നമ്മൾ സാറിന് യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ ഡയബറ്റിക് പേഷ്യൻസിൽ ഒരിക്കലും ഹെപ്പാർ സൾഫ് 3x നമ്മൾ കൊടുക്കരുത്. ഒത്തിരി മോശം അനുഭവം എനിക്ക് എന്റെ പേഴ്സണൽ പ്രാക്ടീസ് ഉണ്ടായിട്ടുണ്ട്. അവിടെ ഷുഗർ കൂടുകയും ആ അൾസർ കണ്ടമാനം വേഴ്സ് ആവുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഹെപ്പാർ ലോവർ പൊട്ടൻസിൽ ഉണ്ടാവാറുണ്ട്. പിന്നെ സാർ പറഞ്ഞ ഡ്രോസറയും വളരെ അനുയോജ്യമാണ് കേരള സമൂഹത്തിന്. കാരണം 70% ഓഫ് പീപ്പിൾസും പബ്ലിക്കും ഒരു ട്യൂബർക്കുലർ എക്സ്പോഷർ ഉള്ളവരാണ്. അതുകൊണ്ട് ഡ്രോസറ സ്പെസിഫിക്കലി അവിടെ വളരെ ഇൻഡിക്കേറ്റഡ് ആണ്. റിപ്പീറ്റേഷൻ സാർ പറഞ്ഞ പോലെ അധികം പാടില്ല. 1 or 2 ഡോസ് കൂടി നമ്മൾ വെയിറ്റ് ചെയ്യണം. എങ്കിലും ഈ അക്യൂട്ട് എമർജൻസിയിൽ ഇപ്പൊ ആസ്പിഡോസ്പെർമ പോലെ തന്നെ ധാരാളം മെഡിസിൻസ് നമുക്ക് റെസ്പിറേറ്ററി കണ്ടീഷൻസിലുണ്ട്. ഓരോന്നിനും ഒരു ചെറിയ സ്പെസിഫിക് ഇൻഡിക്കേഷൻസ് ഉണ്ട്. ഇപ്പൊ ആസ്പിഡോസ്പെർമയില് അവിടെ മ്യൂക്കസ് ഇല്ല, ഡ്രൈ ആണ്, ഒരു വീസിങ് മാത്രമേ ഉള്ളൂ. അതേസമയം സെനഗ എടുക്കുകയാണെങ്കിൽ സെനഗയില് ധാരാളം കഫം, ആന്റിടാർട്ട് പോലെ റാറ്റ്ലിംഗ് ഓഫ് മ്യൂക്കസ് ഉണ്ടാവും. അങ്ങനെയുള്ള കേസിൽ സെനഗയാണ് യൂസ്ഫുൾ ആയിട്ടുള്ളത്. ഇനി അസോസിയേറ്റ് ചെയ്ത് എന്തെങ്കിലും കാർഡിയാക് സിംറ്റംസ് ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് ഗ്രൈൻഡീലി വരും. അതോടൊപ്പം ആ ആസ്മയോടൊപ്പം ഫ്ലാറ്റ്ലെൻസോ അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് ഡിസ്റ്റർബൻസ് ആണെങ്കിലും ലൊബീലിയാണ് വരുന്നത്. ഇതൊക്കെ നമ്മൾ വളരെ നമ്മുടെ ഡെയിലി പ്രാക്ടീസിൽ നമ്മൾ യൂസ് ചെയ്ത് ശീലിക്കുന്നതാണ്. ഇപ്പൊ ബ്ലാറ്റ വീസിംഗ് ഉണ്ട്, പക്ഷെ പേഷ്യന്റിന് കൂടുതലും ബുദ്ധിമുട്ട് ചുമയാണെങ്കിൽ, ഡ്രൈ ഇറിറ്റേറ്റിംഗ് കഫാണ് പ്രിഡോമിനേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ബ്ലാറ്റയിലേക്ക് വരും. അതേപോലെ പാസിഫ്ലോറ മാസീവ് ഡോസില്. ഇതിനൊക്കെ പുറമെ അയോഡോഫോം 3x അമൈൽ നൈട്രോസും നമ്മൾ അക്യൂട്ട് എമർജൻസിയിൽ ആസ്മയിൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ ആസ്പിഡോസ്പെർമ എന്ന് പറയുന്ന ഇപ്പൊ നമുക്ക് യൂസ് കിട്ടുന്നതിന്റെ പ്രധാന കാരണം കൂടുതൽ അത് വരുന്നത്
അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ പല കണ്ടീഷൻസിനും പോസ്റ്റ് കോവിഡ് ഫൈബ്രോസിസ് ഉണ്ട് പേഷ്യൻസിൽ. നമ്മൾ എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ അവരുടെ റൈറ്റ് ലങ്ങിന്റെ ലോവർ ലോബില് ആ വൈറ്റ് പാച്ചസ്, അതായത് ആ ഡാമേജ്, ആ ഫൈബ്രോട്ടിക് ചേഞ്ചസ് ഉണ്ട്. അവിടെ കഫം അല്ല, അവിടെ അവർക്ക് ഒരു ഇൻസ്പിറേറ്ററി ടൈപ്പ് ഓഫ് ഡിസ്നിയാണ് തോന്നുന്നത്. അവിടെ ലങ് കപ്പാസിറ്റി കുറയുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ആസ്പിഡോസ്പേം അവിടെ കൂടുതൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോ അക്യൂട്ട് എമർജൻസി മീൻസ് ഫിസിയോളജിക്കൽ ഡോസിലും മദർ ഫിംഗേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്തും അതിനും അതിൻ്റെതായുള്ള ഒരു ഇൻഡിക്കേഷൻ ഉണ്ടെന്നുള്ള ഒരു ലോജിക്കും കൂടി നമ്മുടെ പ്രാക്ടീസിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എല്ലാവർക്കും അതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടാവും. തീർച്ചയായിട്ടും ആ എക്സ്പീരിയൻസിന്റെ പുറകിലുള്ള ലോജിക്ക് നമ്മളെ എന്തുകൊണ്ടാണ് ഡ്രഗ് വർക്ക് ചെയ്തതെന്നുള്ളത് ചിന്തിച്ചാൽ പിന്നീട് നമുക്ക് കാര്യങ്ങളെ വളരെ എളുപ്പമാവും. താങ്ക് യു. ഓക്കെ, നന്ദി പ്രകാശ് സാറ്. നമ്മളെ സമയം അടുത്തു വരികയാണ്. ഷാജി ഡോക്ടർക്ക് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഷാജി പറഞ്ഞു കഴിഞ്ഞല്ലോ അല്ലേ? ഇനി നമ്മളെ ഡോക്ടേഴ്സിന് എന്തെങ്കിലും അവരുടെ അക്യൂട്ട് കേസുകളെ കുറിച്ച്, മാനേജ്മെന്റിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ ഏതെങ്കിലും കേസുകളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒത്തിരി സീനിയർ ഡോക്ടേഴ്സ് ഇപ്പോൾ പ്ലാറ്റ്ഫോമിലുണ്ട്. ഡോക്ടേഴ്സിന് എന്തെങ്കിലും കേസ് സംശയം ചോദിക്കാനുള്ള ഒരു സമയമുണ്ട്. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇത് പിന്നെ അക്യൂട്ട് ഈ മാനേജ്മെന്റ് പോലെ തന്നെ സ്പോർട്സ് മെഡിസിനിൽ അക്യൂട്ട് മാനേജ്മെന്റ് ചെയ്യാൻ കുറെ കേസുകൾ പറ്റുന്നുണ്ട്. ഇപ്പം ഷിൻബോൺ പെയിന് അല്ലെങ്കിൽ സ്പ്രെയിന് അങ്ങനെയുള്ള, ഇപ്പം PT ഉഷയെ പോലും ഒരു അക്യൂട്ട് ശരിക്കും ഒരു ക്രോണിക് അല്ല, അക്യൂട്ട് സ്റ്റേജ് ആയിട്ടല്ലേ അവർ ബോണിന്റെ പെയിൻ മാറിയതിനു ശേഷം അവർ ഒളിമ്പിക്സിൽ റെക്കോർഡ് ലെവല് വന്നത്. അങ്ങനെയുള്ള അനുഭവം കൂടെ ഷെയർ ചെയ്യുന്ന ഒരു ക്ലാസ് വെക്കുന്നതല്ലായിരുന്നു. ഞാന് സ്പോർട്സ് മെഡിസിൻ കുറെ കൊടുക്കാറുണ്ട്. കോയപ്പല്ലൂരൊക്കെ കോളേജിൽ ഞാനൊരു ചാമ്പ്യൻ ആയിരുന്നു. അതുകൊണ്ട് അപ്പൊ നമുക്ക് ഇനി അടുത്ത ഒരു ക്ലാസ്സിൽ ചർച്ചയാവാം എന്നാണ് തോന്നുന്നത്. നല്ലതാണ്. ഓക്കെ ഡോക്ടറെ, അത് അടുത്ത ഒരു ക്ലാസ്സിൽ നമുക്ക് അങ്ങനെ ഒരു ചർച്ചയും കൂടെ വെക്കാം. ഇപ്പോ 1-2 പേര് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ ജിബി ജോജു, ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോ. കാണാമോ ഡോക്ടറെ? കേൾക്കാമോ? കാണാം, കേൾക്കാം. ഞാൻ എല്ലാവരോടും കൂടി ആയിട്ട് ഒരു സംശയം ചോദിക്കാനാ. ഇത് പെട്ടതല്ല. ഒരു PCOD കേസ് ഉണ്ട് എനിക്ക്. ആ PCOD ഒരു 6 months ആയിട്ട് മെൻസസ് ഡിലേ ആണ്. പിന്നെ മുഖത്ത് കുറച്ച് കുരുക്കളൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ഹെയർ ഫോളിംഗ് ഉണ്ട്. അങ്ങനെ ഒരു കുട്ടിയാ, ഒരു 22 years ഉള്ള ഒരു MAക്ക് പഠിക്കുന്ന കുട്ടിയാണ്. അപ്പൊ അത് ഞാൻ കുറച്ച് മെഡിസിൻ ഒക്കെ കൊടുത്തിട്ടും അശോക ടിഞ്ചർ കുറച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ പോലെ കൊടുത്തിട്ടും ഒന്നും ആയിട്ടില്ല. പീരീഡ്സ് ആവാനായിട്ട് എന്താ ഇപ്പൊ പെട്ടെന്ന് എന്താ ചെയ്യേണ്ടതെന്ന്? PCOD ആണ് കുട്ടിക്ക്. പീരീഡ്സ് ആവാനായിട്ട് ചെയ്യേണ്ടത് സേട്ട് സാർ തന്നെ പറയട്ടെ. സേട്ട് സാറേ, സാർ പറയാവോ? ഒന്ന് സാർ പറയോ? ഹായ്. അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല സാറേ. ഇനി ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ സാറേ. കിട്ടിയില്ലേ? പറയൂ സാറേ, പറയോ ഒന്ന്. പൾസാറിന്റെ വണ്ണം ഒരു 3 ദിവസം 6 hours കൊടുത്തിട്ട് ഫർദർ 12 hours വെയിറ്റ് ചെയ്താലേ മിക്കവാറും മെൻസസാവും. എങ്ങനെ സാറേ ഒന്നുകൂടെ പറയോ? പൾസാറിന്റെ വണ്ണം 3 ഡോസ് മാത്രം 6 hours 6 hours 2 ദിവസം വെയിറ്റ് ചെയ്യാതെ 3 മെൻസസാവും. ആണല്ലേ? അത് മാത്രം ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. അപ്പൊ PCODക്ക് നമ്മൾ പിന്നെ കണ്ടിന്യൂസ് ട്രീറ്റ്മെന്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ അത് വേണം. കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ പൾസാറിലാന്ന് വരും. അതിനകത്ത് PCODക്ക് നല്ലൊരു മരുന്നാണ് പൾസാറില. ചിലപ്പോൾ അത് നാട്രമിയോറോ സെപ്പിയയോ എല്ലാം വരാൻ പറ്റും. കാരണം സെപ്പിയയെ പറ്റി നമ്മൾ പലപ്പോഴും ഉദ്ദേശിക്കുന്നത് സെപ്പിയ 35 വയസ്സ് കഴിഞ്ഞാൽ ലേഡീസിനെ പറ്റുള്ളൂ എന്നുള്ളതാണ്. സെപ്പിയ മിക്കവാറും യങ്സ്റ്റേഴ്സിനും കൂടെ പറ്റുന്ന മരുന്നാണ്. അപ്പൊ ഇവിടെ എല്ലാം ഇതൊക്കെ വന്നിട്ടുണ്ട്. മുഖക്കുരു ആഗ്നയൊക്കെ വന്നിട്ടുണ്ട്. ചെറിയ ചെറിയ ആഗ്ന എല്ലാം മുഖത്ത് വന്നിട്ടുണ്ട്. കഴുത്തിന്റെ സൈഡിലും അങ്ങനെയൊക്കെ സൂചന ടൈപ്പുള്ള ആഗ്ന, ആന്റിക്രൂഡ് ഏത് പൊട്ടൻസി ആയിരിക്കും സർ? ഏത് പൊട്ടൻസി അതെ? 2 ദിവസം കൊടുക്കുകയാണെങ്കിൽ അവർ PCOD വ്യത്യാസം ഉണ്ടാവും. മുഖത്തുണ്ടാകുന്ന ആക്നെയൊക്കെ മാറുകയും ചെയ്യും.
ടെന്നും ഒരു ഓൾട്ടർനേറ്റ് ആയിട്ട് കൊടുക്കണോ അതെയോ അടുപ്പിച്ച് കൊടുക്കണോ? ഡോസ് കൊടുത്താൽ മതി. വീണ്ടും റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ ഒരു മിനിമം 45 ഡേയ്സ് ആവണം. 30 to 45 ഡേയ്സ്. ഡേയ്സ് ഗ്യാപ്പ് ഇട്ട് കൊടുക്കണം അല്ലെ? ഒരു ഡോസ് കൊടുത്തിട്ട് 35 ഡേയ്സ് കഴിഞ്ഞിട്ട് അടുത്തത് അതെ, അങ്ങനെ കൊടുക്കണം. രണ്ട് നൈറ്റ് ആൻഡ് മോർണിംഗ് കൊടുക്കണ്ടോ? എന്തോ നൈറ്റ് ആൻഡ് മോർണിംഗ് കൊടുത്തിട്ടേ കൊടുക്കാവൂ. 45 ഡേയ്സ് കഴിഞ്ഞ് കൊടുക്കാവൂ. മോർണിംഗിൽ അല്ലേ? ഫസ്റ്റ് അങ്ങനെയല്ലേ? ഫസ്റ്റ് ഡോസ് പറഞ്ഞാൽ 2 ഡോസ് നൈറ്റ് ആൻഡ് മോർണിംഗ്. ആ. 2 ഡോസ് മോർണിംഗ് ആൻഡ് നൈറ്റ്. ഓക്കെ. ഫസ്റ്റ് ടൈം 2 ഡോസ് മോർണിംഗ് ആൻഡ് നൈറ്റ് കൊടുക്കണം. പിന്നെ ആഫ്റ്റർ 45 ഡേയ്സ് വീണ്ടും കൊടുക്കണം. അങ്ങനെയാണോ? അതെ അതെ. ഓക്കെ. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. ഓക്കെ. ഓക്കെ ഡോക്ടർ ജിബി. അടുത്ത സലീം കുമാർ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. സലീം കുമാർ ഡോക്ടറെ അൺമ്യൂട്ട് സംസാരിച്ചോളൂ. അൺമ്യൂട്ട് ചെയ്ത ഡോക്ടർ. ഓക്കെ. ഡോക്ടറെ ഞാനൊരു അഭിപ്രായം പറഞ്ഞോട്ടെ. ഹരിയൻ സാറ് ഇല്ല, ഞാനൊരു സജഷൻ മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ സ്പീഡിൽ സജഷൻ പറയണേ, മാത്രം. കാരണം സമയം കഴിയാറായി. രണ്ടുപേര് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഒരു സജഷൻ മാത്രം. ഒരു 6 മാസത്തിന് മുമ്പ് ഒരു ഡോക്ടർ അദ്ദേഹത്തെ നമ്മുടെ ഇംഗ്ലീഷ് സെഷനിൽ ഒരു ഡോക്ടർ സിംഗ് വന്നിരുന്നു. സിംഗ്, അത് അദ്ദേഹത്തിന്റെ പേര് കുൽവന്ത് സിംഗ് എന്നോ അങ്ങനെ എന്തോ ആണ്. അറിയാം, ഒത്തിരിയും പാർട്ടിസിപ്പൻസ് ഒക്കെ വരുന്ന ഒരു സാറിന്റെ ക്ലാസ്. അത് തന്നെ. അദ്ദേഹത്തിന്റെ PCOD ക്ലാസ് ഉണ്ട്. അത് ഈ പറഞ്ഞ ഡോക്ടർ അതിൽ നിന്ന് അത് സെലക്ട് ചെയ്തെടുക്കണം. അത് സെലക്ട് ചെയ്തെടുത്തിട്ട് അത് മുഴുവൻ കേൾക്കണം. അത് മുഴുവൻ കേട്ടാൽ ഈ ഡോക്ടർക്ക് ഈ PCOD കേസുകൾ ഈസി ആയിട്ട് ബുദ്ധിമുട്ടില്ലാതെ പാസ് ചെയ്യാം. അതിനകത്ത് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ കൂടെ പഠിക്കണം. കോൺസ്റ്റിറ്റ്യൂഷൻ കണക്കാക്കിയിട്ട് അദ്ദേഹം പറയുന്ന രീതിയിൽ അപ്ലിക്കേഷൻ നടത്തുകയാണെങ്കിൽ ഏത് PCOD കേസും ചികിത്സിച്ച് ഭേദമാക്കാം. ഓക്കെ, താങ്ക് യു ഹരിഹരൻ സാറ്. ഡോക്ടർ ജിബി കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇംഗ്ലീഷ് സെഷനിൽ നല്ലൊരു ക്ലാസ് PCOD കുറിച്ചുണ്ട്. അത് യൂട്യൂബ് സെർച്ച് ചെയ്ത് കാണണം എന്നാണ് ഹരിഹരൻ സാറ് പറഞ്ഞിരിക്കുന്നത്. സലീം കുമാർ ഡോക്ടറെ പറഞ്ഞോളൂ. ഒന്നുമില്ല, സിമ്പിളാ. ഇതൊന്ന് സമ്മപ്പ് ചെയ്യണമല്ലോ. നമ്മളിപ്പോ ഈ ഫസ്റ്റ് എയ്ഡിനെ കുറിച്ച് എന്ത് പറഞ്ഞു. അപ്പൊ ഇതില് ഫസ്റ്റ് എയ്ഡ് ഇപ്പൊ നാളെ മുതൽ ഒരു ഡോക്ടർക്ക് ഇതൊക്കെ കേട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അയാളുടെ കയ്യിൽ കുറച്ച് മരുന്നുകൾ സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ആ ലിസ്റ്റ് ഒന്ന് പറയൂ. ഏതൊക്കെയാണ് ഒരു ഡോക്ടർ സൂക്ഷിക്കേണ്ടത്, ഏതൊക്കെ പൊട്ടൻസി ആയിരിക്കണം. അപ്പൊ ഈ ക്ലാസ് വർത്തഫുൾ ആവും. ഏതെല്ലാമാണ് മിനിമം കരുതേണ്ടത്? അതിൽ പ്രധാനമായിട്ട് ഇപ്പൊ അക്കോണൈറ്റ് ഹൈപ്പോട്ടൻസി, ടെന്നമോ, കോഫി ഫോസ് പ്രകാശ് പറഞ്ഞു. അങ്ങനെ പിന്നെ അമൈൽ നൈട്രോസം ടിഞ്ചർ അത് പറഞ്ഞു. പിന്നെ സാറൊന്നുകൂടെ പറയൂ പ്രകാശ് സാറേ. പറഞ്ഞു. ആഴ്സനിക് ആൽബത്ത്. മേഡം കേക്കാവോ? കേക്കാം. ഞാൻ ഉദ്ദേശിച്ച വേറെ അക്യൂട്ട് എമർജൻസി എന്നുള്ള ഇതിന് നമ്മളിൽ എപ്പോഴും വേണ്ടത് 1 ക്യാൻസർ പിൽസ്, 2 അക്കണൈറ്റ് മേഡം പറഞ്ഞ പോലെ 1 MO 10 MO അങ്ങനെ എന്തെങ്കിലും, ദെൻ ക്യാമോമില്ല, അഗെയിൻ ക്യാംഫർ പിൽസ്, ദെൻ അമൈൽ നൈട്രോസും 3x ഡയലൂഷൻ ആണ് ഞാൻ എന്റെ ഒരു കിറ്റിനകത്തുള്ളത്. എന്താ ശരി അമൈൽ ഞാൻ പറയുന്നുണ്ടല്ലോ. അമൈൽ നൈട്രോസും 3x ആണ് യൂസ് ചെയ്യുക. ഐഡോഫോം 3x, കാമോമില 1 അക്കണൈറ്റ് 1 10 ദെൻ ദിസ് ഇത് ഒരു മെഡിസിൻ കൂടി ഒപ്പിയം 1. ഇപ്പൊ ഈ വയനാട് കേസസിലൊക്കെ ഒപ്പിയം വളരെ എഫക്റ്റീവ് ആയിരിക്കും. അവർ ആ മെന്റലി ഉണ്ടായ ഷോക്കും ആ ഫൈറ്റും. ഓക്കെ, ഇനി ഇത് കൂടാതെ ആർക്കെങ്കിലും ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ ചേർക്കാൻ എന്തെങ്കിലും അഡീഷൻസ് ഉണ്ടോ? സപ്ലിമെന്റ് ആയിട്ട് ഫെറംഫോസും വെക്കാം. എന്തിന്റെയും കൂട്ടത്തിൽ കൊടുക്കാവുന്ന മെഡിസിൻ ആണ് ഫെറംഫോസ്. ഇപ്പൊ ഫെറംഫോസ് 6x ആ കൂട്ടത്തിൽ വെക്കാവുന്നതാണ്. ഈ സിവിയർ ഹെഡേക്ക് ആയിട്ട് വന്നാൽ എന്ത് ചെയ്യണം എന്നാണ്? സിവിയർ
സിവിയർ ഹെഡേക്ക്. അക്കോർഡിംഗ് ടു ഹരിഹരൻ സാർ വലിയ ടീച്ചർ പഠിപ്പിക്കുക. അല്ല ഞാനത് ആരെങ്കിലും സിവിയർ പറയുമോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. സാറേ ഏതൊരു ഹെഡേക്കും സിവിയറിറ്റി ഒന്ന് കുറയ്ക്കാനായിട്ട് നമ്മള് ഐ ഡ്രോപ്സ് ഇട്ടാൽ മതി. റോസ് വാട്ടർ എടുത്തിട്ട് അതിൽ യൂഫ്രേഷ്യ നമ്മൾ ഐ ഡ്രോപ്സ് ആക്കിയിട്ട് അത് നമ്മൾ കരുതി വെച്ചാല് സൈനസ് ഉൾപ്പെടെ കൺജഷൻ ഉൾപ്പെടെ എന്തിനും അവരുടെ കണ്ണിന് കുറച്ച് ലാക്രിമേഷൻ വരുമല്ലോ എന്തായാലും ഡ്രോപ്സ് ഇടുമ്പോ. അപ്പൊ ഒരു ഇന്റൻസിറ്റി കുറയും. പിന്നീടുള്ള കാര്യം പിന്നീട് അതിനെക്കാട്ടിലൊക്കെ ഏറ്റവും ബെസ്റ്റ് ആണ് ഈ ബെല്ലഡോണ ടിഞ്ചർ. ഒരു മൂക്ക് അടച്ചു പിടിച്ചോണ്ട് മറ്റേ മൂക്കിൽ കൂടെ ആഞ്ഞു വലിക്കാൻ പറയണം. അതുപോലെ തന്നെ തിരിച്ചും ചെയ്താണ്ടല്ലോ വിത്തിൻ സെക്കൻഡ്സ് ആ തലവേദന പറയും. ഡോക്ടറെ ഉസ്നിയ ബാർബേറ്റ ടീച്ചർ എടുത്തു കഴിഞ്ഞാൽ ഈ സിവിയർ ഗ്ലോണൈന്റെ അതേ സിംറ്റം കാണിക്കുന്ന അവസ്ഥയിൽ കൊടുത്താൽ മാറും. ധനേഷ് ഡോക്ടർ ഗ്ലോണോയിൻ എഴുതി കാണിച്ച്, ഷാജി ഡോക്ടർ അല്ല ഇനിയിപ്പോ ഓക്കെ. അപ്പൊ ഇനി നമുക്ക് ഏകദേശം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയം വീണ്ടും ഞാനീ പറഞ്ഞത് ഒരു അക്യൂട്ട് എമർജൻസി പെട്ടെന്നൊരു സിറ്റുവേഷൻ. അല്ല ഇതിലിപ്പോ പ്രകാശ് ഡോക്ടർ പറഞ്ഞ പോലെ കാരണം വെച്ചാല് ഇവിടെ നാടൻ ചികിത്സകൾ ഉണ്ടായിരുന്നു. ഉള്ളിയും തുളസി ഇലയും കൂടി പിഴിഞ്ഞ് അതിന്റെ നീര് കണ്ണിലൊഴിച്ചാൽ കുറയാത്ത തലവേദനയില്ല. അത് ഈ കണ്ണിൽ കൂടി ഇത് പോകുമ്പോഴേക്കും ആ സൈനസ് ഇതാവുന്നതുകൊണ്ടാണ്. 90% കുറയും. നാടൻ ചികിത്സയാണ്. ഉള്ളിയുടെ തുളസി ഇലയും കൂടി നീര് കണ്ണിലേക്ക് ഒഴിക്കും. നല്ല നീരിലായിരിക്കും. ഒരു 10 സെക്കൻഡ് നേരത്തേക്ക് ഉണ്ടാവുള്ളൂ. പക്ഷെ അപ്പൊ തന്നെ നേരെ ഓപ്പോസിറ്റ് ആവും. സലീംകുമാർ ഡോക്ടറെ അത് ഉഷ്ണേന ശാന്തി കൂടിയ അതിനെക്കാട്ടി വലിയ വേദനയും പ്രശ്നങ്ങളും വരുമ്പോ 10 സെക്കൻഡ് നേരത്തേക്ക് ഉണ്ടാവുള്ളത്. പക്ഷെ ഭയങ്കര റിസൾട്ടാണത്. ഓക്കെ. അപ്പൊ സലീംകുമാർ ഡോക്ടർക്ക് അത്യാവശ്യം മെഡിസിൻ കിട്ടിയല്ലോ. ഹരിഹരൻ സാറേ ഇനി സമയമില്ല. നമുക്ക് 5 മിനിറ്റ് കഴിഞ്ഞ് ഇനി 2 പേര് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട് സാറേ. ഒരു പേഷ്യന്റ് പെട്ടെന്ന് ഉറങ്ങാനുള്ള ടിപ്പ് ഉണ്ട്, പരീക്ഷിച്ച് നോക്കിക്കോ. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സാധാരണ ചിലപ്പോ മൈഗ്രെയിൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ ചില പേഷ്യൻസിന് ഒരു രക്ഷയില്ല. അങ്ങനെ വരികയാണെങ്കിൽ ഈ പാസിഫ്ലോറ ടിഞ്ചറും ഈ ഗ്ലോണൈൻ 30 ഒരു ½ ആൻ അവർ ഇന്റർവെല് വെച്ച്, അതായത് 15 മിനിറ്റ്സ് വരും ഓരോന്നും, അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ വിത്തിൻ ½ ആൻ അവർ ഈ പേഷ്യന്റ് സുഖമായിട്ട് കിടന്നുറങ്ങും. ഓക്കെ. അപ്പൊ അതും എല്ലാവർക്കും പരീക്ഷിക്കാവുന്നതാണ്. അടുത്ത ഡോക്ടർ അഫ്സൽ കുഴിക്കാടൻ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. സാറേ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. പിന്നെ മറ്റേ ഇത് ഇമാം എന്നെ ഇങ്ങനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ മൂപ്പർക്കാണെങ്കിൽ മറ്റേ ഇത് പള്ളിക്കല് മറ്റേ കുത്തുബ് പറയുന്നതിന് മുമ്പായിട്ട് ചുമ നിർത്തണം എന്ന് പറഞ്ഞു. മൂപ്പർക്കാണെങ്കിൽ ഇത് വന്നിട്ട് പനി വന്നതിന് ശേഷം നല്ല ചുമയാണ്, നിർത്താൻ പറ്റാത്ത ചുമ. അപ്പോ ആ ചുമ നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പെട്ടെന്ന് കൊടുക്കാൻ പറ്റിയ മെഡിസിൻ ഏതാണ്? അതിന് മുള്ളനോയിലിനകത്ത് പഞ്ചസാര ഇട്ട് തൽക്കാല ആശ്വാസമാണ്. മുള്ളനോയിലിനകത്ത് പഞ്ചസാരക്കകത്ത് മുള്ളനോയിൽ ഡ്രോപ്പ് ചെയ്യണം. ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ പരോക്സിസം ആയിട്ട് വരുന്ന കഫ് പെട്ടെന്ന് കുറയും. ഓക്കെ. അപ്പൊ അതൊന്ന് പരീക്ഷിക്കാവുന്നതാണ്. അടുത്ത ഡോക്ടർ പ്രശോഭനൻ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടറെ ചോദിച്ചോളൂ. അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കൂ. അല്ല, ഞാൻ ഇൻസെക്ട് ബൈറ്റിന്റെ കാര്യം പറഞ്ഞില്ല. ഇൻസെക്ട് ബൈറ്റ് പ്രധാനമാണ്. ഇപ്പൊ ഈ കുറച്ചു കാലം മുമ്പ് ചിറ്റൂർ ഗവൺമെന്റ് കോളേജിലൊരു കടന്നൽ ഭയങ്കര പ്രശ്നമായിരുന്നു. ആരെന്തൊക്കെ ചെയ്തിട്ടും കടന്നലിന് പറ്റില്ല, കുട്ടികളെയൊക്കെ കുത്താൻ തുടങ്ങി, ഭയങ്കര പ്രശ്നമായി. അപ്പൊ അന്ന് ഡിസ്ട്രിക്ട് ഫയർ ഓഫീസറായിരുന്ന ഫയർ ഓഫീസർ, ഇപ്പൊ പുള്ളി ട്രിവാൻഡ്രം ഫയർ ഓഫീസറാണ്, പേര് ഞാൻ ഓർമ്മയില്ല, മനു ഭാസ്കർ എന്നാണോ എന്നൊരു സംശയമുണ്ട്. ഇപ്പൊ തിരുവനന്തപുരത്ത് എന്താണെന്ന് വെച്ചാൽ തിരുവനന്തപുരം കനാലിൽ പോയ ആ പ്രശ്നത്തെ പുള്ളി ചർച്ചയ്ക്കുണ്ടായിരുന്നു. പുള്ളി അന്ന് പാലക്കാട് ഡിസ്ട്രിക്ട് ഫയർ ഓഫീസറാണ്. അപ്പൊ സാറ് ചിറ്റൂർ കോളേജിൽ പുള്ളി ഫയർഫോഴ്സ് എല്ലാവരും കൂടെ വന്നിട്ട് ചിറ്റൂർ കോളേജ് ഇതിനെ തുരത്തി കുറച്ചു പേർക്ക് കടി കിട്ടി, സാറിന് ഉൾപ്പെടെ കടി കിട്ടി. സാറ് ഞാൻ ഹോമിയോപ്പതി കുറച്ച് ഫെയ്ത്തുള്ള ആയതുകൊണ്ട് പുള്ളി അവിടുന്ന് വളരെ പെട്ടെന്ന് അവരെ വണ്ടിയെ തന്നെ ക്ലിനിക്കിൽ വന്ന്, പിന്നെ ഞാൻ ഉടനെ എപ്പിസും കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ലഡോയും കൊടുത്തു. കുറച്ചു നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു സാറിനോട്.
അപ്പൊ വെയിറ്റ് ചെയ്തു. അന്ന് പുള്ളി പാലക്കാട് നിന്ന് വന്നതാണ്. ഇത് കൊടുത്തു കഴിഞ്ഞ പുള്ളിക്ക് കുത്തലിന്റെ വേദനയൊക്കെ നല്ലോണം കുറഞ്ഞു. അപ്പൊ ഏറ്റവും പ്രധാനമായിട്ട് ഇങ്ങനെയുള്ള പെട്ടെന്ന് ഏത് ഇൻസെക്ട്സ് ആയാലും, ഇത് കടന്നിലായിരുന്നേ ഉള്ളൂ. ഇൻസെക്ട്സ് ആണെങ്കിൽ എപ്പിസും ലഡോം മാറി മാറി കൊടുത്തു കഴിഞ്ഞാൽ നല്ല എഫക്റ്റ് ആണ്. ഒരു നാടൻ ജ്യൂസ് സാറേ, ഇതാ ഹോമിയോപ്പതി മരുന്ന് കയ്യിലില്ലെങ്കിൽ വെറുതെ പച്ച തേങ്ങ കഴിച്ചാൽ മതി. കഴിക്കാൻ പച്ച പച്ച തേങ്ങ കഴിച്ചാൽ മതി. ഞാനിത് IFHന്റെ ആദ്യകാലത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വിങ്ങലും വേദനയും മാറുമോ? വിങ്ങലും വേദനയും അതാണ് പ്രധാനം. എല്ലാം കുറയും. ഇത്ര അത്ഭുതകരമായി വേറെ ഒന്നും കുറഞ്ഞിട്ടില്ല. പച്ച തേങ്ങയോ? പച്ച തേങ്ങ അപ്പൊ പൊട്ടിച്ചെടുത്ത തേങ്ങ കഴിക്കുക. ഓക്കെ, അപ്പൊ അതും ഭയങ്കര ഒരു വിശേഷപ്പെട്ട അറിവാണല്ലോ. ആരും വിളിച്ചു വെച്ചില്ല. അപ്പൊ അതും ഒരു വിശേഷപ്പെട്ട അറിവാണ്. എന്തായാലും പ്രശോഭൻ ഡോക്ടർ പറഞ്ഞ പോലെ എപ്പിസ് ലഡവും പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അപ്പൊ ഇനിയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ അക്യൂട്ട് എമർജൻസീസിൽ നമുക്ക് ചെയ്യുന്നതാണ്. മിക്കവാറും ലഡുകൾ വേണ്ടി വരത്തില്ല, എപ്പിസ് കൊണ്ടൊന്ന് കൺട്രോൾ ആവും. അതെ. അപ്പോ നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. 10 മിനിറ്റ് ഒന്ന് ലേറ്റ് ആയി പോയി. പോട്ടെ. എന്നാലും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഒത്തിരി സീനിയർ ഡോക്ടേഴ്സ് അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചു. അക്യൂട്ട് ഫസ്റ്റ് എയ്ഡിൽ എന്തൊക്കെ സൂക്ഷിക്കണം എന്നുള്ളതെല്ലാം ഓരോന്നായിട്ട് പറഞ്ഞു. എല്ലാവർക്കും ഒരുപാട് പ്രയോജനം ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു. ഡോക്ടറെ, തീർന്നിട്ടില്ല. നമുക്ക് അതാണ് ഈ വിഷയത്തെ നമുക്ക് ഒരു ദിവസം കൂടെ ചർച്ച വയ്ക്കാം ഹരിഹരൻ സാറ്. അതായത് ഈ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ ഇതൊക്കെ വരുന്നതാണ് ഇതിനകത്ത്. അതാണ് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഈ വിഷയത്തിൽ അക്യൂട്ട് എമർജൻസികൾ മാനേജ് ചെയ്യുന്ന കാര്യം ഒത്തിരി സംസാരിക്കാനുണ്ട്. അത് എത്രയും പെട്ടെന്ന് തന്നെ ധനേഷ് ഡോക്ടർ തീരുമാനിക്കുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുത്ത നമ്മളെ ഇസ്മായിൽ സാർ ഉൾപ്പെടെ എല്ലാ സീനിയർ ഡോക്ടേഴ്സിനും സംശയങ്ങൾ ചോദിച്ചവർക്കും ഇത് കേട്ടിരുന്നവർക്കും എല്ലാവർക്കും ഒരു നന്ദി പറഞ്ഞുകൊണ്ടും ശുഭരാത്രി നേർന്നുകൊണ്ടും ഇന്നത്തെ മലയാളം സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം.